ഈമാനിന്റെ ജീവ് പുണ്യനബിയുമായി ബന്ധപ്പെട്ട ആലോചനയിലാണ്. എല്ലാത്തിൻ്റെയും ഖാലിഖ് അള്ളാഹു ആണ് എന്ന നിലയിൽ ആത്യന്തികമായി നാം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹു അവന്റെ റഹ്മാനിയത്തും റഹീമിയത്തും വിതരണം ചെയ്യാൻ നിമിത്തമായി പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് അവന്റെ അഹബ്ബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന നിലയിൽ അത്യധികം സ്നേഹിക്കേണ്ടത് മുത്തുനബിയെയും ആത്യന്തികമായി സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയുമാണ്. ഖൽഖിൽ മുത്തുനബിയോടുള്ളതിനേക്കാൾ 1% മറ്റാരോടെങ്കിലും എന്നതിലപ്പുറം സ്വന്തത്തോടെങ്കിലും ഉണ്ടെങ്കിൽ ഈമാനിന് പുഴിക്കുത്തുണ്ട്. സർജറി അത്യാവശ്യമാണ്. മുറിവുണ്ട് എന്നത് ഉറപ്പാണ്. അത് ഭാര്യയെക്കാളും കുട്ടികളെക്കാളും വാപ്പയെക്കാളും ഉമ്മയെക്കാളും ഒക്കെ ആവുമ്പോ ആ മുറി വ്രണം വലുതാവുമെന്ന് മാത്രം. അപ്പൊ ചെറിയ സർജറി മതിയാവൂല. ഒരു മനുഷ്യൻ അവനേക്കാൾ കൂടുതൽ നെഞ്ചിൽ വെക്കേണ്ടതും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടതും ജീവനോട് ചേർത്ത് വെക്കേണ്ടതും മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പനോടും ഉമ്മനോടും നന്ദിയില്ലെങ്കിൽ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നത് സഹീഹ് ഹദീസാണ്, ഖുർആനുമാണ്. കാരണം എന്താണ്? നമ്മൾ ഭൂമിയിലേക്ക് വരാൻ അവരെ അള്ളാഹു കാരണമാക്കി എന്നതാണ്. എന്നാൽ സൃഷ്ടികൾക്കൊരു വാപ്പയുണ്ട്, അതാണ് മുഹമ്മദ് മുസ്തഫ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഉസ്താദ് ഒരു അർത്ഥം വെക്കുമ്പോ ഞാൻ വേറെ അർത്ഥം വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് രണ്ടും ഈ ആയത്തിന്റെ അർത്ഥമാണ്. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നില്ല, ബിഹാദൽ ബലദ്, ഈ നാടിനെ വെച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നില്ല. കാരണം സത്യം ചെയ്തുകൊണ്ട് മഹത്വപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? വാവ് ഹാലിയാണ്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, അങ്ങ് ഈ നാട്ടിൽ താമസിക്കുന്ന ആളല്ലേ, അതോടുകൂടി ഈ നാടിന് മഹത്വമുണ്ട്. ഇനി ഞാനൊന്ന് സത്യം ചെയ്ത് മഹത്വപ്പെടുത്തണ്ട. ഉസ്താദ് പറഞ്ഞത് ലാ എന്നുള്ളത് ഞാൻ പറഞ്ഞത് നഫിയാക്കിയിട്ടാണ്. ഉസ്താദ് പറഞ്ഞത് ലാ എന്നുള്ളത് അറബികൾക്കൊരു ശൈലിയുണ്ട്. അതിശക്തമായി സത്യം ചെയ്യുന്ന സമയത്ത് നഫീന്റെ ഒരു വാക്ക് ഉപയോഗിക്കും. ആ നിലക്കാണ് ഉസ്താദ് അർത്ഥം വെച്ചത്. അത് തഫ്സീറിലുള്ളതാണ്. ബഹുമാനപ്പെട്ടവർ വെച്ച അതേ അർത്ഥം തന്നെ ഞാൻ വെക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തിരുവന്നാണ് സ്ലിപ്പായതാണ്. രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ്. രണ്ടും അറിയുന്ന ആളാണ്. അത് രണ്ടും അല്ല 100 അറിയുന്ന ആളാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ വെച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. കാരണം വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, അങ്ങ് ഈ നാട്ടിൽ ഇറങ്ങിയവരല്ലയോ, പിന്നെ ഞാൻ എങ്ങനെയാ സത്യം ചെയ്യാതിരിക്കുക? വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഹറമിൽ പലർക്കും മരം മുറിക്കാൻ പറ്റൂല, വേട്ടയാടാൻ പറ്റൂല, രക്തം ചിന്താൻ പറ്റൂല. പക്ഷെ അങ്ങനെയല്ല. വഅൻത, തങ്ങൾക്ക് ഹില്ലുൻ ഹലാലാണ് നബിയേ, ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ മറ്റുള്ളവർക്ക് ഹറാമായ ഇത്തരം കാര്യങ്ങൾ അങ്ങേക്ക് ഹലാലാണ് യാ റസൂലല്ലാഹ്. കാരണം അങ്ങ് സൃഷ്ടികളിൽ സാധാരണക്കാരനല്ല യാ റസൂലല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്തായി. എന്തുകൊണ്ട്? നമുക്കില്ലാത്ത ചില നിയമങ്ങൾ റസൂലുള്ളാഹിയിട്ട് അള്ളാഹുക്ക് അങ്ങേറ്റം ബന്ധമുള്ളതുകൊണ്ട് അള്ളാഹു തആല അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മെ പിടിച്ചോട് സുന്നത്തില് റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങളെക്കാൾ നമുക്ക് ഏറ്റവും ശക്തമായത് അവിടുത്തെ വാക്കുകളാണ്. കാരണം പ്രവർത്തനങ്ങളിൽ പലതും നമുക്ക് ഇത്തിബാ ചെയ്യാൻ പറ്റൂല. ഇത് പലരും മനസ്സിലാക്കാത്തൊരു സംഗതിയാണ്. ചില ആള് പറയാം റസൂലുള്ളാഹി ചെയ്തിട്ടില്ലല്ലോ എന്ന്. ചെയ്താണ് ചെയ്യാൻ പറ്റുമോ? ചെയ്ത് മുഴുവൻ ചെയ്യാൻ പറ്റുമോ? ഹബീബ നബി ചെയ്തിട്ടില്ല അതുകൊണ്ട് വിദഅത്താണെന്ന് പറയുന്ന വാദം തന്നെ വിദഅത്താണ്. എന്തുകൊണ്ട്? ആ സ്വഹാബാക്കൾക്ക് പരിചയമില്ലാത്തൊരു വാദമാണ് ഇത്. എല്ലാവരും സംയുക്തമായിട്ട് സ്വഹാബാക്കൾ മൊന ഒടിച്ചിട്ടൊരു വാദമാണ്. ഏത് സമയത്ത്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യമാമ യുദ്ധത്തിൽ ഒരുപാട് ഹുഫാളുകൾ രക്തസാക്ഷികളായപ്പോ മഹാനരായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞെന്താ, നമ്മൾ ഖുർആന്റെ ആയത്തുകൾ മുഴുവനും 2 ചട്ടക്കുള്ളിലാക്കിയല്ലേ സിദ്ദീഖുൽ അക്ബർ, നമുക്ക് പഠിക്കാനും കൂടിയായിട്ട് അന്നൊരു ചോദ്യം ചോദിച്ചു.
ഉമറേ, റസൂലുള്ള ചെയ്യാത്ത നമ്മളെങ്ങനെയാ ചെയ്യാ? ഇന്ന് പല ആളുകളും വാദാരോധം പറയുന്നതും നാഴികയ്ക്ക് 40 വട്ടം മൈക്ക് കെട്ടുന്നതും കുരച്ചു ചാടുന്നതും കാളമൂത്ര പ്രസംഗത്തിൽ കൂവി പറയുന്നതൊക്കെ ഇതാണ്. റസൂലുള്ള ചെയ്തിട്ടില്ല, റസൂലുള്ള ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം സിദ്ദീഖുൽ അക്ബർ അങ്ങനെ ഒന്ന് കുറഞ്ഞിട്ടത്. ഹബീബായ നബി ചെയ്യാത്തത് നമ്മൾ എങ്ങനെയാ ഉമറേ ചെയ്യുക? ഖത്താബ് അപ്പോ ഹബീബായ നബി ചെയ്തിക്കണോന്ന് ഹദീസ് നോക്കല്ലേ ചെയ്തത്. നമ്മളെ പണി അതാണ്. ഹബീബായ നബി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം കിതാബ് നോക്കണം, ചെയ്തിക്കണെന്ന് ആക്കാൻ വേണ്ടിട്ട്. നമ്മൾ ഖത്താബ് ഹദീസ് വരുതിയില്ല, ചെയ്തിട്ടുണ്ടോന്ന് പരിശോധിച്ചില്ല, ചെയ്തിക്കണെന്ന് സമ്മതിച്ചോല്ല, കാരണം ചെയ്തിട്ടില്ല. നമ്മൾ ഖത്താബ് ഒരൊറ്റ പൊട്ടിക്കലാണ്. ഹാദാ വല്ലാഹി ലഖൈർ യാ അബൂബക്കർ, ഹാദാ വല്ലാഹി ലഖൈർ. അബൂബക്കറെ, നബി ചെയ്തോ നോക്കി ഇരിക്കേണ്ട സമയമല്ലത്. ഇതാണ് സുന്നത്ത് മഅത്ത്. നബി ചെയ്തോന്ന് നോക്കേണ്ട സമയമല്ലത്. നബി ചെയ്തോന്ന് ഞാനൊട്ട് പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം കേൾക്കണോ? നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പണി ഉണ്ടല്ലോ, അത് മുത്ത റസൂല് ചെയ്തില്ലെങ്കിൽ തന്നെയും വല്ലാഹി അള്ളാനെ തന്നെ നേരെ ഖൈറാണ്, കൂലി കിട്ടുന്ന കാര്യമാണ് അബൂബക്കർ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. നീ ഇതിമ വല്ലാതെ കൂടാൻ നിൽക്കണോ? നീ കൂടണവരെങ്ങനെ സംഭവമില്ല എന്ന് പറയണം, അല്ലെങ്കിൽ സമൂഹത്തിനോട് ചെയ്യുന്നത് അക്രമമാണ്. ഇങ്ങനെ ഒരു സംസാരം അവരുടെ ഇടയിൽ നടന്നിട്ടില്ല. ഇങ്ങനെ സംഭവം ഇല്ലാന്നെങ്കിലും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ മാന്യത ഉണ്ട് എന്നുള്ളത് ലളിതമായിട്ട് അംഗീകരിക്കാം. ഇങ്ങനെ ഒന്നും ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട് കാര്യമില്ലല്ലോ. ശാന്തം, എല്ലാവർക്കും എല്ലാ ഭാഗ്യം കിട്ടൂല. അപ്പോ ഇഷ്ക് പ്രകടിപ്പിക്കാൻ ഭാഗ്യമില്ലാത്തവര് ആ ഇഷ്കിന്റെ കളിക്കള ഞമ്മക്കൊണ്ട് മാറി തന്നാൽ മതി, നമ്മള് പ്രകടിപ്പിച്ചോളാം, നിങ്ങൾ നോക്കിന്നോളി. ഇത് ആരോടുള്ള ഗണ്ണനല്ല, ഗണ്ണന എന്റെ തൊഴിലല്ല, വിമർശനം എനിക്ക് പരിചയമില്ല. ഞാൻ എന്റെ ഉള്ളിൽ താങ്ങിപ്പിടിച്ച ചില സ്വകാര്യ സങ്കടങ്ങൾ ചില സമയത്ത് അനിയന്ത്രിതമായി ചീറ്റിപ്പോകുന്നതിൽ നിങ്ങൾ എന്നോട് മാപ്പാക്കണേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യുന്ന എല്ലാ ഓരോന്നും അതാത് സ്വഭാവത്തിൽ അങ്ങനെ ചെയ്യണം എന്ന വാദം ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്. അതുമായി നടക്കുന്ന, അത് വലിയൊരു ആധാരമായി കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചാൽ ഈ സമൂഹം രക്ഷപ്പെടുമെന്ന് എല്ലാവരോടും ബഹുമാനത്തോടു കൂടി അറിയിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഈ നാടിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. അങ്ങ് ഈ നാട്ടിൽ താമസിക്കുന്ന ആളല്ലേ? അങ്ങേക്ക് മറ്റുള്ളവർക്ക് ഹറാമായി ഞാൻ പ്രഖ്യാപിച്ച പലതോ ഈ നാട്ടിൽ ഹലാലാണ് നബിയേ. എന്നിട്ട് അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, വവാലിദിന്, എല്ലാവരുടെയും പിതാവായ മുഹമ്മദ് നബി തന്നെയാണ് സത്യം, വമാ വലദു, അവിടുത്തെ ഉമ്മത്ത് തന്നെയാണ് സത്യം. ഇത് ഞാൻ വെറുതെ പറയുന്ന തഫ്സീറല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റൂഹുൽ ബയാൻ എന്നൊരു തഫ്സീറുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറുൽ ഇസ്മായിൽ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് കാണാം. തഫ്സീർ വെറുതെ പറയാൻ പറ്റില്ല. അവിടെ ഉസ്താമാരിക്കണ്ടേ ചെവിയാണ്ട് പിടിക്കവര്. ഇത് ഖുർആനാണ്, എന്തെന്നാ ഈ അർത്ഥം വെക്കണമെന്ന് ചോദിക്കും. ഇത് തഫ്സീറാണ്. വാലിദുൽ മഖ്ലൂഖാത്തി മുഹമ്മദ് മുസ്തഫ. പോരാ പോരാ പോരാ. ആണുങ്ങളൊന്ന് ഉറക്ക സലാത്തല്ലണം. ആണുങ്ങൾ പെണ്ണുങ്ങളല്ല, ആണുങ്ങളൊന്ന് ഉറക്കെ, ആണുങ്ങളാണ് തെളിയിക്കണം. ഒന്ന് ഉറക്ക സലാത്തല്ലണം. മുഹമ്മദ് മുസ്തഫ حب حبي حبة في لب قلبي أنبتت حبوبها ما كل حبي منه للمحال حال لا إله إلا الله മിത്രമോഹം കൽബകത്ത് വിത്ത് പോലൂതീത്തേ മെച്ചമായി മോളച്ചതെല്ലാം പച്ചയായി താരൂത്തി ലാ ഇലാഹ ഇല്ലല്ലാഹു خلي خلة الخذلان خوف الخاتمة خليل خليلا خاملا من الخلخال خال ഹീനഹാരം കൂട്ടിടുന്ന കൂട്ടുകാരെ വീട്ടേ മനസം മീനുക്കിടുന്ന മാകിയോരെ കൂട്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹു
زر ضريح المصطفى وزد إقامة به زرتها من زاوية قلبك الزلزال زال മുത്തൊളി തിളങ്ങിടും റൗള അതിൽ നീ പാർക്കേ മങ്ങി മുങ്ങാത്തെ മനസ്സാൽ മാഹിയോരെ കൂട്ട് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് താഹ ഖൽബി മുദ് അജൈതു വാദിയൻ ഖാഫമാ താബ അംവിദാദി തോഹ ചാലിയല്ലി കാലിത ആൽനഗ താഴ്വരയെത്തി നിൽക്കെ ഞാൻ ഭ്രമിച്ചിലായി നബി തിരുത്താഹാവിൻ ചാരേ ഞാലയെത്തിലായി ഇലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ കൊണ്ട് വരുമ്പോ എന്റെ പ്രിയ സുഹൃത്ത് നൗഷാദ് മൗലവി ചട്ടിപ്പടി അല്ലഫലിൽ ഇപ്പൊ ഇങ്ങനെ പാടി അർത്ഥം വെക്കാണ്. അപ്പൊ അത് ഞാന് ഇവിടെ നേരത്തെ മുന്നേ കഴിഞ്ഞൊക്കെ കൂടി ഞാൻ തൊട്ടിട്ട് വന്ന് ബിരിയാണി വെപ്പിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയതാണ്. അല്ലഫലിപ്പ് അതിന്റെ മലയാള ട്രാൻസ്ലേഷൻ ഞാൻ ചെയ്താണ്. അതില് പിന്നെ പ്രാസം അല്ലഫലിഫിന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ഇത്തിരി കഠിന ശ്രമം വേണ്ടി വരും. എനിക്ക് ഒഴിവുള്ള ചില സമയത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കുത്തി കുറിക്കുന്നതാണ്. കവിത ഉണ്ടാക്കുന്ന ആളുകളൊക്കെ നമ്മളുടെ ആ നിയമത്തിനോട് പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വല്ല അഭംഗ്യം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹിന്റെ വീഞ്ഞാണ് മുഹമ്മദ് മുസ്തഫ. ഇത് മൈക്കിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഇത് ശരിയായിട്ടില്ല. എനിക്ക് സെറ്റിങ്സ് അല്ല ഇത് ഇങ്ങനെ ആ ചെറിയ സ്റ്റാൻഡ് മതി, ചെറിയ സ്റ്റാൻഡ് മതി. അതെ ഒരു 3 സലാത്തിലേറ്റ് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് കടക്കാം. വളരെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ജമീൽ തങ്ങൾ പാപ്പ വരും ചെയ്യും. ഒരു 3 സലാത്ത് എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അർഹമുർ റഹീമീനായ അല്ലാഹ്, പാവങ്ങളായ പാപികളായ ഞങ്ങളിൽ നിന്ന് ഈ സ്വലാത്ത് നീ കബൂലാക്കണേ അല്ലാഹ്. അദ്വാനം നീ സ്വീകരിക്കണേ അല്ലാഹ്. സംഗമം നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട്, ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട്, സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര്, സ്റ്റേജിലും താഴെയുമുള്ള സയ്യിദന്മാർ, ഈ പരിപാടിയാണെങ്കിൽ ലോകത്തിന്റെ നാനാ തുറകളിലേക്കും എത്തിക്കുന്നതും എന്റെ പ്രിയങ്കരനായ കൂട്ടാളി സയ്യിദാണ്. അല്ലാഹുവേ, സയ്യിദന്മാരുടെ അലിമീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. റൂഹിയായ ഹെൽത്തും ജിസ്മിയായ ഹെൽത്തും പ്രദാനം നൽകണേ അല്ലാഹ്.
ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഹൃദയം പൊട്ടിയിട്ടാ വന്നതെന്ന് നിനക്കറിയാം. എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ സുബൈർ ബാക്കവിയുടെ കാല് കണ്ടുകൊണ്ട് കണ്ണു തള്ളിയതാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പണ്ഡിതന് നീ സലാമത്ത് ചെയ്യണേ അല്ലാ. രക്തം തുടിക്കുന്ന, ചലം ഒലിക്കുന്ന, ചീഞ്ഞുപോയ മാംസവും പേര് ഇനിയും ആ കട്ടിലിൽ ധാരാളം മാസങ്ങള്, ദിവസങ്ങൾ നീ കെടുത്തല്ല തമ്പുരാനെ. നീ പെട്ടെന്ന് അദ്ദേഹത്തിന് ആദ്യത്തിനേക്കാൾ ആരോഗ്യം കൊടുത്തുകൊണ്ട് രണ്ടാമത് സമൂഹത്തിലേക്ക് സേവനത്തിന് വേണ്ടി തിരിച്ചതാ അല്ലാ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന പ്രയാസങ്ങളോ തന്ന് ഞങ്ങൾ ഈമാനി പരീക്ഷിക്കല്ല അല്ലാ. യാത്രയിൽ സംരക്ഷണം നൽകണേ അല്ലാ. അറ്റാക്കിൽ നിന്ന്, ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ. മാറാവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാ. അപമാന നിന്ദയിൽ നിന്ന് കാക്കണേ അല്ലാ. ശത്രുക്കളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ. ഈ ലോകത്ത് എല്ലാ പരിഹാരങ്ങളിലും പ്രശ്നമുണ്ടാക്കുന്ന ഒരാളുണ്ട്. അതാണ് റജീമായ ഇബ്ലീസ്. എല്ലാ പരിഹാരങ്ങളിലും പ്രശ്നം ഉണ്ടാക്കലാണ് അവന്റെ പണി. എന്നാൽ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരമുണ്ടാക്കുന്ന ഒരാളുണ്ട്. അതാണ് റഹീമായ മുഹമ്മദ് മുസ്തഫ. റഹീമിന്റെ റജീമിന്റെ ഇടയിലാണ് നമ്മളുള്ളത്. ആരോട് ചങ്ങാത്തം കൂട്ടുന്നോ അതുപോലെ ഉണ്ടാവും നമ്മുടെ ഭാവി. അങ്ങനെയാണ്. ഒരു ഭാഗത്ത് റജീം, മറ്റൊരു ഭാഗത്ത് റഹീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇബ്ലീസ് റജീമായത് റസൂലുള്ളാഹിന്റെ വല്യപ്പാനോട് അതപകേട് കാണിച്ചതാണ്. അപ്പൊ റസൂലുള്ളാഹിനോട് അതപകേട് കാണിച്ചാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? സൂഫിയാക്കളുടെ ഭാഷയിൽ لو أبصر الشيطان طلعة نوره في وجه آدم كان أول من سجد. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സുജൂദിന് വേണ്ടി കൽപ്പിച്ച സമയത്തെങ്ങാനും പിശാച് ആദം അലൈഹിസ്സലാമിന്റെ നെറ്റിയിലുള്ള നൂറ് മുഹമ്മദ് കണ്ടിരുന്നെങ്കിൽ അവൻ സുജൂദ് ചെയ്യുമായിരുന്നു എന്ന് വരെ ചില പണ്ഡിതന്മാര് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു നൂറ് മുഹമ്മദ് ഇല്ല എന്ന് കളിയാക്കി പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ഖുർആന് കേട്ടോ, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ എന്നതിന് മുഫസ്സിരീങ്ങളിൽ പലരും രേഖപ്പെടുത്തിയിട്ടുള്ളൊരു തഫ്സീർ, നൂൻ നൂറ് മുഹമ്മദ് തന്നെയാണ് സത്യം. അല്ലാഹു ആദ്യമായി പടച്ചത് ഈ നൂറ് തന്നെയാണ്. അള്ളാന്റെ റസൂല് ശംസാണ്, അള്ളാന്റെ റസൂല് ഖമറാണ്, അള്ളാന്റെ റസൂല് നജ്മാണ്, അള്ളാന്റെ റസൂല് ഫജറാണ്, അള്ളാന്റെ റസൂല് ലൗആണ്, അള്ളാന്റെ റസൂല് ഹഖാണ്, അള്ളാന്റെ റസൂല് സിദ്ഖാണ്, അള്ളാന്റെ റസൂല് അഹബ്ബാണ്, അള്ളാന്റെ റസൂല് അസിയനാണ്, അള്ളാന്റെ റസൂല് അത്ഖയാണ്, അള്ളാന്റെ റസൂല് അഅലമാണ്, അള്ളാന്റെ റസൂല് അശറഫാണ്, അള്ളാന്റെ റസൂല് സയ്യിദുൽ കൗനൈൻ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ ലിംദാഇമൻ അബദാ റിൽ ഖൽഖി കുല്ലിഹിമി. ലോകത്ത് റസൂലുള്ള മഹാനാണ് എന്നതല്ല നമ്മുടെ വിഷയം. റസൂലാണ് ഏറ്റവും വലിയ മഹാൻ. അതിന് മേലെ ഒരാളില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞ ആളുടെ മേലെ ഞങ്ങൾ ദുആ ചെയ്യൂല. അവൻ ഏത് ഹദീസിന്റെ ലക്ഷപ്രഭുവാണെങ്കിൽ. ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ തീരുമാനം. ഈ ഇജ്മാ ആണ്, ഈ ഉമ്മത്തിന്റെ ഇജ്മാ, ഈ ഉമ്മത്തിന്റെ ഇജ്മാ. കേരളത്തിലെ ഒരാഴ്ചയില് 7 ദിവസത്തിൽ 11 ഖുർആൻ ക്ലാസ് എടുത്തൊരു പെണ്ണുണ്ടായിരുന്നു. 7 ദിവസത്തില് 11 ഖുർആൻ ക്ലാസ് എടുത്തിരുന്നു. 7 ദിവസത്തിൽ ഒരു പെണ്ണ് 7 ദിവസത്തിൽ 11 ഖുർആൻ ക്ലാസ് എടുത്തിരുന്നു. ഇപ്പൊ ആ പെണ്ണ് റസൂലുള്ളാഹിനെ വിമർശിക്കുന്ന, അള്ളാനെ കഞ്ചാവ് എന്നൊക്കെ വിളിച്ചു. അവളെന്നെ പ്രസംഗിച്ചതാണ്. ഞാൻ ഒരാഴ്ചനിടയിൽ 11 ഖുർആൻ ക്ലാസ് എടുത്തിരുന്നു. അതൊക്കെ ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പ്രസംഗത്തിൽ അപ്പുറത്ത് പറഞ്ഞിട്ട് എന്റെ ആകെയുള്ള ഉപജീവന മാർഗം ഖുർആൻ ക്ലാസ് ആയിരുന്നു എന്നും പറയും.
എന്നിട്ട് പറയേണ്ട ഖുർആനിലൊക്കെ വൈരുദ്ധ്യമാണെന്ന്. അപ്പൊ ആരെടുത്ത വൈരുദ്ധ്യം ഉള്ളത്? ഒരു സ്ഥലത്ത് പറയാ ഞാൻ ട്യൂഷൻ എടുത്തിരുന്ന ഈ ഖുർആൻ ക്ലാസ് എടുത്തിരുന്നൊക്കെ ഫ്രീ ആയിട്ടാണ്. അതേ പ്രസംഗത്തിൽ അപ്പുറത്ത് പറയാ എന്റെ ആകെയുള്ള ഉപജീവന മാർഗം ആ ഖുർആൻ ക്ലാസ് ആയിരുന്നു എന്ന്. എന്നിട്ട് പറയാ ഖുർആനിലൊക്കെ വൈരുദ്ധ്യമാണ്. വൈരുദ്ധ്യമാണ് ആരെടുത്താ ഉള്ളതെന്ന് അള്ളന്നെ തെളിയിക്കും. അതാണ് ആ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വെച്ചെന്നറിയോ? എന്താണ് ആ സഹോദരിക്ക് പറ്റിയ അബദ്ധം എന്നറിയോ? അത് ആ പെണ്ണെന്നെ പറയുന്നുണ്ട്, ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്ന കാലത്ത് തന്നെ മുഹമ്മദ് നബി എനിക്കൊരു വിഷയമല്ലായിരുന്നു എന്നാണ്. ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്ന കാലത്ത് ഈ ഖുർആൻ ആരമേൽ ഇറങ്ങി എന്നത് എന്റെ വിഷയമല്ലായിരുന്നു. അതിൽ എനിക്ക് എന്തുണ്ട് എന്നത് മാത്രമാണ് ഞാൻ അന്വേഷിച്ചത്. അതെ, ചരടും മുരടില്ലാത്ത വൈക്കോല് വേറെ നോക്കി. ചകരി അടുപ്പ് കറിയാനേ പറ്റുള്ളൂ. ഖുർആനിനൊക്കെ ഖുർആനായി അംഗീകരിക്കണോ? അതൊരു ഭരണഘടനയാണ്. അതിന്റെ ജഡ്ജിയെ അംഗീകരിച്ചേ തീരൂ. ഖുർആനാകുന്ന ഭരണഘടനയുടെ ജഡ്ജിയാണ്. വിധിക്കാൻ റബ്ബ് തആല അധികാരം കൊടുത്ത ജഡ്ജിയാണ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. റബീഉൽ അവ്വൽ വരുമ്പോൾ വിശാലമായ പാടങ്ങളിലും ഓഡിറ്റോറിയങ്ങളിലും ധാരാളം മുഹിബ്ബീങ്ങൾ സംഗമിച്ചുകൊണ്ട് ഒരു പ്രഭാഷകൻ വന്ന് 2 മണിക്കൂറോ 4 മണിക്കൂറോ പറയാൻ വേണ്ടി മാത്രമുള്ള മേറ്ററല്ല അള്ളാന്റെ റസൂല്. അള്ളാന്റെ റസൂൽ ഒരു ലഹരിയാണ്. അള്ളാന്റെ റസൂൽ ഒരു വീഞ്ഞാണ്. അള്ളാന്റെ റസൂൽ ഒരു മുന്തിരിച്ചാറാണ്. അള്ളാന്റെ റസൂല് മധുരപ്പായസമാണ്. അള്ളാന്റെ റസൂല് ഈമാനിനെ പുഷ്പിക്കാനുള്ള മുഹമ്മദീയ മഹബത്തിന്റെ എസൻസ് കുടിക്കാതെ ഈമാനിന് അഭിരുചിയില്ല. സലാസത്തും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നമുക്കൊക്കെ എന്താ പറ്റിയെന്നറിയോ? ഹയ്യാൽ അസ്സലാം സുബൈക്ക് പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുമ്പോ എന്താ എണീറ്റ് പോകാൻ തോന്നാത്തത്? നമ്മൾ ഈമാൻ ഉണ്ട്, പക്ഷെ ഈമാൻ ഒരു കയ്പാണ്. അരിഷ്ടം കുടിക്കും പോലെ കുടിക്കുന്നത്. അരിഷ്ടം കുട്ടൻ വൈദ്യര് അരിഷ്ട എഴുതി കൊടുത്താൽ കാലിന് ചൊറി മാറാൻ നമ്മൾ കുടിക്കും. ആദ്യം ഒന്ന് കുപ്പി നോക്കും, പിന്നെ ഒന്ന് കുലുക്കി നോക്കും, പിന്നെ ഒന്ന് മണത്ത് നോക്കും, പിന്നെ ആരെങ്കിലും കാണു നോക്കും. പെണ്ണുങ്ങൾ ചീത്ത അറിയാണ്, അല്ലെങ്കിൽ കുട്ടികളെ ഇടപെടുന്ന് പേടിച്ചിട്ടൊന്ന് കുലുക്കിയിട്ട്. അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ പരിപാടിയൊക്കെ. സംഗതിയൊക്കെ ഉണ്ട്. ഒക്കെ പോവാ. ഇനിയിപ്പോ നമ്മൾ പോയില്ലെങ്കിൽ ഒരു കയറ്റം പള്ളിയേക്ക്, എന്നിട്ടാണ് നിന്ന അല്ലാഹു അക്ബർ വജ്ജത്ത് കൊടുക്കണതിന് കോട്ടുവായ ഒന്നായി. എന്താ സംഭവം എന്ന് നിങ്ങള്? ഈമാനും മധുരം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് മുഹമ്മദ് നബി നമ്മുടെ ജീവിതത്തിൽ സർവസ്വമാകുക എന്നുള്ളതാണ്. ഇത് സ്വഹീഹ് മുസ്ലിം, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുത്തഫഖുൻ അലൈഹി. സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ആർക്കെങ്കിലും ഈമാൻ മധുരമാകണോ, എന്നാൽ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവും അവന്റെ റസൂലുമാകണേ. ഇത് ഒന്നാമത്തെ ഷർത്താണ്. അതില്ലാതെ എത്ര കുത്തിമറഞ്ഞിട്ടും, എത്ര ഖത്മ് തീർത്തിട്ടും, എത്ര ദിക്ർ ചൊല്ലിയിട്ടും, എത്ര തസ്ബീഹ് മാല പിടിച്ചിട്ടോ, എത്ര ഖുർആൻ മനപ്പാഠമാക്കി ഹാഫിളായിട്ടും, എത്ര ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടോ, എത്ര ഹദീസ് സനദ് സഹിതം മനപ്പാഠമാക്കിയിട്ടോ ഈമാനിന് അഭിരുചി കിട്ടുകയില്ല. ഈമാനിന് അഭിരുചി വേണോ? അള്ളാന്റെ പുണ്യനബി നമ്മുടെ ഹൃദയത്തിൽ മറ്റാരേക്കാളും സ്വന്തത്തെക്കാളും നെഞ്ചകം പിടിച്ചു വെക്കണം. ഇന്ധനം കുത്തി നിറക്കണോ? മഹബത്തിന്റെ ഇന്ധനം നെഞ്ചിൽ കുത്തി നിറക്കണോ? മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലം. ആദികളിൽ നിന്നും, വ്യാധികളിൽ നിന്നും, കട്ടപ്പാടിൽ നിന്നും, ബുദ്ധിമുട്ടിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, അനാരോഗ്യത്തിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നോ, ക്ഷുദ്രജീവികളിൽ നിന്നും, പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, മാരണങ്ങളിൽ നിന്നും, മാരകരോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ,
എങ്ങോട്ടെങ്കിലും പർദ്ദയിട്ട് പോയിട്ട് ഈമാൻ കളഞ്ഞു കുളിക്കല്ലേ. പാതിരാവിൽ ഒന്ന് എണീക്കുമോ, ഒദു ചെയ്യുമോ, 2 റക്അത്ത് നിസ്കരിക്കുമോ, ഒരു 10 സ്വലാത്ത് ചൊല്ലുമോ, മദീനയുടെ പച്ചക്കൊമ്പ് ഹൃദയത്തിൽ വെക്കുമോ, റസൂലുള്ളാഹിനോട് പാതിരാവിന്റെ ഉള്ളറയിൽ പ്രണയത്തിന്റെ കിന്നാരം പറയുമോ, ആ അഡ്രസ്സിലായി പടച്ചവനോട് കൈയോർത്തുമോ, സൂര്യൻ ഇരുട്ട് നീക്കി വെളിച്ചത്തേക്ക് വന്നുകൊണ്ട് പ്രകാശം തരുന്നത് പോലെ പ്രയാസങ്ങളുടെ ഇരുട്ടറകളിൽ നിന്ന് ഉദ്ദേശ സാഫല്യത്തിന്റെ സൂര്യോദയോ നിനക്ക് സംഭവിക്കുന്നതാണ്. വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മലയാളക്കരയിലെ വെളിയങ്കോട്ടിൽ നിന്ന് കാക്കത്തറയിലെ കാരണവരായ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച വെളിയങ്കോട്ട് മർക്കാലി സ്വല്ലലിലാഹു എന്ന മധുര മനോഹരമായ ഇഷ്കിന്റെ സ്വർണ്ണ നൂൽ കൊണ്ട് മദീനയിലേക്ക് വെളിയങ്കോട്ട് നിന്നൊരു പാലം പണിത മഹാനാ. സ്വലാത്തിന്റെ ചിറക് വെച്ചുകൊണ്ട് ആ പാലത്തിലൂടെ ഈ പാതിരാത്രിയെ സാക്ഷി നിർത്തിയിട്ട് ഭാവന ലോകത്ത് നമുക്കൊന്ന് മദീനയിലെത്താം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനിടയില് ഒരു ബക്കറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ആണുങ്ങളെടുത്ത് ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്നിട്ട് വാങ്ങിക്കൊള്ളുന്നു. ഇവിടെ വെച്ചാൽ പെണ്ണുങ്ങള് സഹോദരിമാര് നല്ല രൂപത്തിൽ സഹായിക്കണം. സമസ്തയുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ചെറുപ്പക്കാർ സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. നമ്മളൊക്കെ തന്നെ ഇതിനെ കൊടുത്ത് വിജയിപ്പിക്കാനുള്ളൂ. അത് ആ സംഘടനയെ വിജയിപ്പിക്കലോ പരിപാടി വിജയിപ്പിക്കലല്ല, നമ്മൾ സ്വയം വിജയിക്കലാണ്. അത് നിങ്ങളെല്ലാവരും നല്ല രൂപത്തിൽ വലിയ കാശൊക്കെ കൊടുക്കണമെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇടയ്ക്ക് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആണുങ്ങൾ നമ്മളൊക്കെ ഒരു വർഗ്ഗമാണല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് എല്ലാവർക്കും കൂടി ഇതിലൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നന്നായിട്ട് സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് ഈമാനിന് ടേസ്റ്റ് വേണോ? മദീനയുടെ മലര് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കണം. അത് പടച്ചവൻ നിയമിച്ചൊരു ഷർത്താണ്, അള്ളാന്റെ ഒരു ഷർത്താണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉദുവിന് ഷർത്തുണ്ട്, നിസ്കാരത്തിന് ഷർത്തുണ്ട്, ഹജ്ജിനുണ്ട്, റുക്കുനുകളുണ്ട്, ഒക്കെ ഉണ്ട്. എന്താ ഇസ്ലാം കാര്യത്തിൽ ആദ്യത്തെ നമ്പർ ഷഹാത്തിലിമല്ലേ, അതിനെന്താ റുക്കനില്ലാത്തതെന്ന് ചില ത്വരീഖത്തുകാരൊക്കെ ചോദിക്കാറുണ്ട്. അതിന്റെ റുക്കനുണ്ട്. ഇമാം ഗസാലി തങ്ങൾ ഹീൽ പറഞ്ഞിട്ടുണ്ട്. ഷഹാദത്ത് കലിമ പൂർണ്ണമാണെങ്കിൽ അതിന് റുക്കനുണ്ട്. ഏതാ റുക്കന്? ഹുബ്ബുൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതാണ് ഷഹാദത്ത്. ഷഹാദത്ത് ആവണമെങ്കിൽ അങ്ങനെയല്ലോ. നമ്മളിപ്പോ നരകം കണ്ടുകണോ സ്വർഗം കണ്ടുകണോ? നമ്മളെ വിശ്വാസം മൊത്തം അർപ്പിച്ചത് റസൂലുള്ളാഹിന്റെ നെഞ്ചിലല്ലേ. ഷാറാവി എന്നുള്ളൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഷാറാനി ഇമാമല്ല, ഷാറാവി. അതിബുദ്ധിമാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് അന്ത തസ്അലു വൽ ഇസ്ലാം യുജീബു എന്നൊരു ഗ്രന്ഥമുണ്ട്, എന്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിനോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, നിങ്ങള് നരകം വിശ്വസിക്കുന്നുണ്ടോ? ആ. സ്വർഗം വിശ്വസിക്കുന്നുണ്ടോ? ആ. ഖബർ വിശാലാവെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ. അള്ളാഹനെ വിശ്വസിക്കുന്നുണ്ടോ? ആ. നിങ്ങൾ കണ്ടുകണോ? അപ്പൊ അതല്ല വിഷയം. കോഴിക്കോട് ഒരു സമ്മേളനം നടന്നിരുന്നു. കുറെ കേരളത്തിൽ എത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടി. കാരണം ഇന്നൊരാൾ എന്നോട് പറഞ്ഞു 7 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തിരുന്നു യുക്തിക്ക് വാദം പിടിച്ച ആളുകളുടെ സമ്മേളനത്തിൽ എന്ന് ഒരു ഉസ്താദ് ഇന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എണ്ണെടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, അക്സറുന്നാസിലായ ബുദ്ധി യഥാവിധി ഉപയോഗപ്പെടുത്താത്ത ആളുകളായിരിക്കും ലോകത്ത് ഭൂരിഭാഗം എന്ന് ഖുർആൻ പറഞ്ഞത്. ഇങ്ങനെ സമ്മേളനം കൂടി നടന്നാലല്ലേ കൃത്യമായിട്ട് ബോധ്യപ്പെടുള്ളൂ. അല്ലാതെ അത് അവരുടെ വിജയമല്ല, ഖുർആൻ പറഞ്ഞത് ശരിയാന്നുള്ളതിന്റെ വിജയമാണ്. അള്ളാഹു പറഞ്ഞു അക്സറുന്നാസിലായ അഖ്ലൂൻ. ഞാൻ പറഞ്ഞു വിടുന്ന ജനങ്ങളിൽ ഭൂരിഭാഗം അക്കൽ ശരിക്കും ഉപയോഗപ്പെടുത്താത്ത ആൾക്കാരാണെന്ന്. അത് മലയാളക്കരയിൽ തന്നെ 7 ലക്ഷത്തോളം ഉണ്ടെന്ന് മനസ്സിലായാൽ സദഖല്ലാഹു മൗലാനൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണേ. അവരിൽ പലരും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാത്തത് വിശ്വസിക്കാൻ പറ്റൂല എന്നാണ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ എന്നാണ്. വളരെ വിനീതമായി പലപ്പോഴും ചോദിക്കാറുണ്ട്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് മാത്രമേ വിശ്വസിക്കൂ, അതിന്റെ പുറത്തുള്ള എന്ത് വിശ്വസിച്ചാലും അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് അതാ ഒരു മടിയുമില്ലാതെ ഞെളിഞ്ഞുകൊണ്ട് വലിയ ശാസ്ത്രപൂജകനായി പറയുമ്പോൾ കൃത്യമായിട്ട് ഒന്നാമത് ചോദിക്കട്ടെ, മഹാത്മാഗാന്ധിജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് ശാസ്ത്രീയമായി നിങ്ങൾ തെളിയിച്ചിട്ടുണ്ടോ?
ജവഹർലാൽ നെഹ്റു ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ മക്കൾ ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ടാണോ വിശ്വസിക്കുന്നത്? നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. നാലാമത് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉപ്പയുണ്ടോ, അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, ഉമ്മയുണ്ടോ? അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുകൊണ്ടാണോ ഇത് എന്റെ വാപ്പയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് എന്റെ ഉമ്മയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ടാണോ വിശ്വസിക്കുന്നത്? ഇത് എന്റെ പെങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ലബോറട്ടറിയിൽ പോയി പരിശോധിച്ചത് കൊണ്ടാണോ? പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിശ്വസ്തരായ ആളുകൾ പറഞ്ഞത് വിശ്വസിക്കാൻ ആധാരമാക്കാമെന്നതിന് വാപ്പ എന്ന വിശ്വാസം തെളിവല്ലേ? ഉമ്മ എന്ന വിശ്വാസം തെളിവല്ലേ? ജ്യേഷ്ഠൻ എന്ന വിശ്വാസം തെളിവല്ലേ? നിന്റെ ഉമ്മ നിന്നോട് ഞാനാണ് നിന്റെ ഉമ്മ എന്ന് പറയാതെ തന്നെ നീ വിശ്വസിക്കുന്നില്ലേ? ഇന്ന് വരെ എന്റെ ഉമ്മ എന്നോട് ഞാനാണ് നിന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ഉപ്പ എന്നോട് ഇതാണടാ നിന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ഉപ്പയെ കുറിച്ച് ഉമ്മ ഇതാണ് നിന്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ഉപ്പയെ കുറിച്ച് ഉപ്പ തന്നെയും ഞാനാണ് എന്റെ ഉപ്പ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ അയൽവാസികളിൽ ആരും ഇന്ന് വരെ നിന്റെ ഉമ്മ ആയിഷയാണ്, ഉപ്പ കുഞ്ഞാലി മുസ്ലിയാരാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് ഒരാളും പറഞ്ഞിട്ടില്ല. എന്നാലും എന്റെ ഉമ്മ ഉമ്മയായി ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ഉപ്പ ഉപ്പയായി ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ലബോറട്ടറിയിൽ പോയി പരിശോധിച്ചിട്ടില്ല, DNA പരിശോധനക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ വിശ്വസിക്കാൻ ശാസ്ത്രീയമായ തെളിവ് വേണമെന്ന് ഭൂമിയിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും പ്രസംഗിച്ചാൽ അത് അടിവേര് ഇളക്കലാണ്. അത് അടിവേരിളക്കലാണ്. അല്ലെങ്കിൽ ചോദിച്ചതിനൊക്കെ മറുപടി പറയാം. ഈ പറയുന്ന ആളുകളുടെ വാപ്പയാണെന്ന് അവർ വിശ്വസിക്കണില്ലേ? DNA പരിശോധന കഴിഞ്ഞിട്ടാണോ വിശ്വസിക്കുന്നത്? ശാസ്ത്രീയമായിട്ട് തെളിയിച്ചോ? ഇന്ന് രാത്രി പോയിട്ട് തെളിയിച്ചാ പോരാ. ഇതുവരെ വിശ്വസിക്കുന്ന അന്ധവിശ്വാസമാണോ? അടിവേര് പൊളിയല്ലേ? എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്ന അതിനെ ഇപ്പൊ 7 ലക്ഷം ആൾക്കാർ ഒരുമിച്ചുണ്ട് ഈ പൊട്ടത്തരം വിടാൻ വേണ്ടിട്ട്. ആ ഫോം വിളിച്ചാണ്ടോണ്ടും പറഞ്ഞാൽ പോരെ അത് പൊട്ടത്തരം? അതിന് സമ്മേളനം ഉണ്ടാക്കണം. യാ റബ്ബ്, നിങ്ങൾ ചിന്തിക്കണേ എന്തെല്ലാം പറഞ്ഞു കൂട്ടുന്നത്. അപ്പൊ ശഅറാവിയോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാനെ കാണാതെ, സ്വർഗം കാണാതെ, നരകം കാണാതെ എങ്ങനെയാണ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്? അപ്പൊ ശഅറാവി പറഞ്ഞു, എന്റെ കണ്ണിനേക്കാൾ എനിക്ക് വിശ്വാസം എന്റെ ഹബീബിന്റെ കണ്ണാണ്. എന്റെ എല്ലാമായ എന്റെ സർവസ്വവുമായ ഞാൻ എന്റെ രഹസ്യ പരസ്യം സമർപ്പിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലി അഭിവാദ്യമർപ്പിച്ച് എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ എല്ലാമായ മുഹമ്മദ് മുസ്തഫ അള്ളാനെ കണ്ടിട്ടുണ്ട്, സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്, ഖബറിന്റെ ശിക്ഷകളെ കണ്ടിട്ടുണ്ട്, നരകത്തിലെ ശിക്ഷകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കണ്ണ് എനിക്ക് വിശ്വാസമുള്ളതിനേക്കാൾ എനിക്ക് ഏറ്റവും ദാർഢ്യമായ വിശ്വാസമുള്ളത്, എനിക്ക് ദൃഢരൂഢൽ മൂലമായ വിശ്വാസമുള്ളത് എന്റെ ഹബീബിന്റെ കണ്ണാണ്. എന്റെ കണ്ണ് പഴച്ചു എന്ന് വരാം, എന്റെ ഹബീബിന്റെ കണ്ണ് പഴക്കൂല. കണ്ട എന്റെ ഹബീബ പറയുന്നത് സ്വർഗത്തെ കുറിച്ച്, കണ്ട എന്റെ ഹബീബ പറയുന്നത് നരകത്തെ കുറിച്ച്, അള്ളാനെ കണ്ട എന്റെ ഹബീബ പറയുന്നത് അള്ളാനെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ എനിക്ക് യഖീൻ എന്റെ ഹബീബിന്റെ കണ്ണുകൊണ്ട് കാണലാണ്. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെയും അശേഷം സംശയമില്ലാതെ ഉറപ്പ് തന്നെയാണ്. വിശ്വാസികളെ, ഇന്ന് ലോകത്ത് 160 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഈ 160 കോടി മുസ്ലിമീങ്ങളുടെയും വിശ്വാസം മൊത്തം സമർപ്പിച്ചത് സ്വദർ മുഹമ്മദ് നബിയുടെ നെഞ്ചിലാണ്. അല്ലേ? അപ്പൊ നമ്മുടെ പ്രമാണം മുഹമ്മദ് മുസ്തഫ. ഇവിടെ വിള്ളൽ വന്നാ ഒക്കെ പോയി. അതുകൊണ്ടാണ് യുക്തിവാദികൾ എവിടെ പിടികൂടുന്നത്. ജബ്ബാർ കൂടുതൽ 5 വക്ത് നിസ്കാരത്തെ പരിഹസിക്കാറില്ല. യുക്തിവാദികൾ ആരും ഹജ്ജിനെ അത്ര വിമർശിക്കാറില്ല, സക്കാത്ത് വിമർശിക്കാറില്ല. ഇവരെല്ലാരും വിമർശിക്കാൻ മുന്നോട്ട് വരുന്നത് അള്ളാന്റെ റസൂലിനെയാണ്. കാരണം എന്താണോ, മോനെ അങ്ങോട്ട് ഓടിച്ചിട്ട് ഇനി എന്ത് ഇബാദത്തും കാര്യമില്ല. ആധാരം കയ്യിൽ നിന്ന് വാങ്ങിയാൽ ഇനി ആഖിറത്തിൽ ഒരു ആനുകൂല്യം കിട്ടൂല. പള്ളിയിൽ പോയിട്ട് നീ പുറേക്ക് പോവാതെ ഇത്തിക്കാഫ് ഇരുന്നിട്ട് സുജൂദ് കിടന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. റസൂലുള്ളാഹിനെ സംശയിച്ചാൽ ഈമാൻ തകർന്നു പോയി. ഇത് ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോടും പറയുകയാണ്, നമ്മൾ സ്വലാത്ത് ഹൽക്കയിൽ പങ്കെടുക്കും, മജ്ലിസ് നൂറിൽ പങ്കെടുക്കും, മദ്ഹുർ റസൂലിൽ പങ്കെടുക്കും, മീലാദാഘോഷത്തിൽ നമ്മൾ ജോറാക്കും. ഇതൊക്കെ പോയിട്ട് രാത്രി വീട്ടിൽ നിന്ന് സോഷ്യൽ മീഡിയ തുറക്കും, എന്നിട്ടാണ്ട് അമർത്തും, എന്നിട്ട് യുക്തിവാദിയുടെ പ്രസംഗം കേൾക്കും. എന്നിട്ട് കുറെ കേട്ടാല് എനിക്ക് എങ്ങനെ തോന്നും, അപ്പൊ അതിലും കുറച്ച് കഴമ്പുണ്ടല്ലേ.
ഈ കഴമ്പുണ്ടില്ലേ എന്നുള്ള ഞെളിയലുണ്ടല്ലോ, ഇനി ഈ സുബീക്ക് പള്ളി പോയിട്ട് കാര്യമില്ല. റിസാലത്തിലടാ സംശയിച്ചാൽ നിന്റെ എല്ലാ അമലുകളും തോട്ടിലാണ്. നിന്റെ എല്ലാ അമലുകളും തോട്ടിലാണ്. സഫിയ റളിയല്ലാഹു തആല അൻഹയുമായി അല്ലാഹുവിന്റെ റസൂൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ രണ്ട് സ്വഹാബാക്കൾ അതാ അപ്പുറത്തൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവരോട് പറഞ്ഞു, ഹാദിഹി സൗജത്തി സഫിയ, ഇത് എന്റെ സഹധർമ്മിണിയായ സഫിയാണ് കേട്ടോ. മനസ്സിലായോ? ഇതെന്റെ ഭാര്യ സഫിയാണെന്ന് പറഞ്ഞു. സ്വഹാബാക്കൾ സംശയിച്ചിട്ടല്ല, അല്ലല്ല, ഷാഫി ഇമാം അതിനെ ഗണ്ണിച്ചിട്ടുണ്ട്. സുഫിയാബിന് ഉയൈന റളിയല്ലാഹു തആല അൻഹു ഷാഫി ഇമാമിനോട് ചോദിച്ചു, അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം പറയും മോനെ, ഗുരുവര്യരാണ്. ഷാഫി ഇമാം പറഞ്ഞു, അതാ സ്വഹാബാക്കൾക്ക് സംശയം വന്നിട്ടല്ല, ഇനിയുള്ള സമൂഹത്തിന് സംശയം വരേണ്ട എന്ന് കരുതി പറഞ്ഞു. ആ രണ്ട് സ്വഹാബാക്കൾക്ക് എങ്ങാനും റസൂലുള്ള ഒരു പെണ്ണുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയം വന്നാൽ അള്ളാന്റെ റസൂൽ പറയേണ്ടത് ഇതെന്റെ ഭാര്യ സഫിയാണെന്നല്ല, പിന്നെ ഖൂലാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണം. കാരണം നിങ്ങൾ ഇമാം പോയിട്ടുണ്ട്, രണ്ടാമത് ഇസ്ലാമിക്ക് വരണം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പൊ അവർക്ക് സംശയം വരൂല, അവർക്ക് സംശയം വന്നിട്ടില്ല. പിന്നെയോ പിൽക്കാലത്തുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ളത് കണ്ടിട്ട് സംശയം വരണ്ട എന്ന് കരുതിയിട്ട് ചോദിച്ചതാണ്. അതല്ലേ ഇന്ന് യുക്തിവാദികളുടെ പണി. എന്തെല്ലാം പറയുന്നു. ഇമാം ബുഖാരിയുടെ ഹദീസ് കൂട്ടുപിടിച്ചുകൊണ്ട് റസൂലുള്ള തോട്ടത്തിൽ വെച്ചുകൊണ്ട് അന്യ പെണ്ണിന്റെ കഴുത്ത് പിടിക്കാൻ വേണ്ടി കൈനീട്ടി ആ പെണ്ണ് കുതിരയോടി എന്ന് വരെ മലയാളക്കരയിൽ പ്രസംഗിച്ചത് ഒരു പെണ്ണാണ്. പെണ്ണുങ്ങളെ, ഒരു പെണ്ണാണ് മഅദല്ലാഹ്. എന്നാൽ ആ പെണ്ണ് തന്നെയും തെറ്റിദ്ധരിച്ചതല്ല, അറിഞ്ഞിട്ട് മനഃപൂർവ്വം കട്ടുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നതിന് അതേ ബുഖാരി ഇമാമിന്റെ ഹദീസ് തെളിവാണ്. ആ പെണ്ണ് ഉദ്ധരിച്ച ഹദീസ് 5535 നമ്പർ ഹദീസാണ്. ഇത് 3 ഹദീസ് ഒപ്പം വന്നതാണ്. ആ ഹദീസിന്റെ നേരെ മുമ്പിലുള്ള ബാബുവും തൊല്ലക്ക എന്നതാണ്. തൊലാക്ക് ചൊല്ലിയ ആളുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഹെഡിങ്. അതിന്റെ നേരെ ചുവട്ടിലുള്ള ഹദീസ്, ഈ പെണ്ണ് അതാ ഒരു തോട്ടത്തിൽ വെച്ചുകൊണ്ട് ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു പെണ്ണിന്റെ കൈപിടിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് ശ്രമിച്ചു എന്നത് ശരിയാണ്. പക്ഷെ അത് റസൂലുള്ള നിക്കാഹ് ചെയ്ത റസൂലുള്ളാഹിന്റെ ഭാര്യയായ പെണ്ണാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഹദീസിന്റെ നേരെ, ഇവള് പറഞ്ഞ ഹദീസിന്റെ നേരെ മുമ്പിലുള്ള ഹദീസാണ് വായിക്കുക. എന്നാ മനസ്സിലാവും ഈ പെണ്ണ് ഏതാണ്. ആ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, പേര് ഉമൈമ എന്നാണ്. അവർ ഇസ്ലാമൊക്കെ വന്ന ആളാണ്. പക്ഷെ എല്ലാം താലം ഖദറൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് നബിയുടെ മഹത്വം എന്താന്ന് അറിയില്ല. ഇസ്ലാമൊക്കെ കയറി വന്ന പെണ്ണാണ്. ആ പെണ്ണിന്റെ വാപ്പി ഇസ്ലാമൊക്കെ വന്നു. അവര് പറഞ്ഞാണ്, മുഹമ്മദ് നബിയെ എനിക്കൊരു മോളുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പൊ കാണാതെ നിക്കായതാണ്. താൻ നിക്കായത് പെണ്ണിനെ കണ്ടൂടെ. അപ്പൊ ഒരു തോട്ടത്തിൽ കൂടെ പോണ സമയത്ത് ആ പെണ്ണിന്റെ പുര ഇവിടെ എന്ന് മനസ്സിലായി. അപ്പൊ കൂടെയുള്ള സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ ഒന്ന് പോയി വരാന്ന്. ആ പോണത് എവിടുക്ക നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ആ പോണ എവിടുക്ക, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ആ പോണത് എവിടുക്ക? ഞാനും നിങ്ങളും കൂടെ തലാട്ടി അങ്ങനെ തീരുമാനാവോ? പോണത് എവിടുക്ക? റസൂലുള്ളാഹിന്റെ ഭാര്യന്റെ അടുത്തേക്കാ പോകുന്നത്, അന്യ പെണ്ണിന്റെ അടുത്തേക്കല്ല. പോയപ്പോ ശരിയാണ്, റസൂലുള്ളാഹിനെ കണ്ട ആരും ഒന്ന് പേടിക്കൂലേ? അപ്പോ നമ്മളടുത്തേക്ക് ചെറിയ കുട്ടികളൊക്കെ വരുമ്പോ ചിലപ്പോ ഉസ്താദ്മാര് പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ നിങ്ങണ്ട് അല്ലെ അങ്ങനെ. അപ്പൊ റസൂലുള്ളാഹിന്റെ ഖദർ മനസ്സിലാക്കിയിട്ട് ആ പെണ്ണ് വറക്കണ്ട. ആ പെണ്ണ് റസൂലുള്ളാഹിന്റെ ഭാര്യയാണല്ലോ. അപ്പൊ ശരി, ഒന്ന് ചേർത്തി പിടിക്കാൻ വേണ്ടി കൈ നീട്ടി. അപ്പൊ ആ പെണ്ണ് എന്ത് ചെയ്തു? ശരിയാണ്, നിന്നിൽ നിന്ന് ഞാൻ പടച്ചവനോട് കാവലിനെ തേടുന്നു, നിങ്ങളെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ശരിയാ. അതിന് ഇവള് വ്യാഖ്യാനിക്കണം എന്താരോ, കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ പെണ്ണ് തട്ടി മാറ്റിയിരുന്നു. എന്തുകൊണ്ടാണ് ആ പെണ്ണ് റസൂലുള്ളാഹിനോട് അങ്ങനെ പറഞ്ഞത്? ഇമാമിങ്ങൾ പറയുന്നുണ്ട്, അള്ളാന്റെ റസൂലിന്റെ മഹത്വം ആ പെണ്ണിനറിയൂല. ആ പെണ്ണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പെണ്ണാണ്. ചരിത്രത്തിന്റെ ബാക്കി പുറം കൂടി വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഈ പെണ്ണ് പിന്നീട് വീട്ടിലേക്ക് പോകുമ്പോ അള്ളാന്റെ റസൂൽ ഒരുപാട് സമ്മാനം ആ പെണ്ണിന് കൊടുത്തേൽപ്പിച്ചുകൊണ്ടാണ് പോയത് എന്ന് ചരിത്രത്തിൽ കാണാം.
ഒരു പെണ്ണിനെ പ്രേമിക്കാൻ വേണ്ടി പോയി കൈനീട്ടിയിട്ട് ആ പെണ്ണിനെ രസിച്ചാൽ സമ്മാനപ്പൊതി കൊടുക്കുകയാണോ ലോക ചരിത്രത്തിൽ നാം വായിക്കുന്നത്? ഇന്ന് നമ്മൾ വായിക്കുന്നത് താൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രണയിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടി റോഡ് സൈഡിലൂടെ ആ പെണ്ണിന്റെ പിന്നാമ്പുറത്ത് നടന്ന് അരികിൽ പോയിട്ട് നീ ഒന്ന് വഴങ്ങുമോ എന്ന് ചോദിച്ചിട്ട് വഴങ്ങാതെ വന്നാൽ അരയിൽ കരുതി വെച്ചിട്ടുള്ള കൂർത്തമൂർത്ത കത്തിയെടുത്തുകൊണ്ട് പെണ്ണിന്റെ കഴുത്തിന് വെട്ടിയിട്ട് പെട്രോൾ ഒഴിച്ചുകൊണ്ട് കത്തിച്ച് ചാമ്പലാക്കുന്നത് ലൈവായി കാണുന്ന സമൂഹമേ, അല്ലാഹുവിന്റെ റസൂല് പെണ്ണിനെ എങ്ങാനും പ്രണയിച്ചിരുന്നതെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ പെണ്ണിന് പലഹാരം കൊടുക്കുമോ, ഈത്തപ്പഴം കൊടുക്കുമോ, വസ്ത്രങ്ങൾ കൊടുക്കുമോ? ഇല്ല ഇല്ല. പിന്നെ എന്താണ്? താൻ നിക്കാഹ് ചെയ്തിട്ടുള്ള പെണ്ണാണ് തന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ പെണ്ണിന് ജീവിക്കാൻ സൗകര്യപ്രദമാം വിധോ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും കൊടുത്തുകൊണ്ട് ആ സഹാബാക്കളോട് പറഞ്ഞു വിടാൻ വേണ്ടി പറഞ്ഞത്. ഈ പെണ്ണ് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ആ പെണ്ണിനോട് കുടുംബക്കാർ മിണ്ടുന്നില്ല, അയൽവാസികൾ സംസാരിക്കുന്നില്ല, ബന്ധുക്കൾ നീ ഒന്ന് മാറിപ്പോ എന്ന് പറയുകയാണ്. അവര് പറയുന്നു, ഇന്നക്കില വൈറു മുബാറക, നീ ബറക്കത്തില്ലാത്ത പെണ്ണാണ്. കാരണം അള്ളാന്റെ ഹബീബായ മുഹമ്മദ് നബിയുടെ ഭാര്യ പദവിയിലേക്ക് നിനക്ക് സൗഭാഗ്യം കിട്ടിയിട്ട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് തിരിച്ചു പോന്നില്ലേ? നിന്നേക്കാള് ഭാഗ്യം കെട്ട പെണ്ണുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബക്കാർ തന്നെ ഈ പെണ്ണിനെ വിമർശിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോഴൊക്കെ ഈ പെണ്ണ് പറഞ്ഞു, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണേ. ഇതൊന്നും ജാമിദ പഠിച്ചില്ല, ജബ്ബാർ വായിച്ചില്ല, രവീന്ദ്രൻ മാഷ് മനസ്സിലാക്കിയില്ല, അയ്യൂബ് പറഞ്ഞു കൊടുത്തില്ല, നാസൂരാം ആവൂര് മാവൂരാ നാസർ ഇതൊന്നും മനസ്സിലാക്കിയില്ല. അല്ലാഹു നല്ല ബോധവും ബുദ്ധിയും കൊടുക്കട്ടെ. ഇതാണ് സംഭവം. ഇതിനെന്താക്കി മുഹമ്മദ് നബി എങ്ങനെ മാർഗദർശിയായിട്ട് അവലംബിക്കുക? ഒരു തോട്ടത്തിൽ അന്യ പെണ്ണിനെ ചാടി പിടിക്കാൻ ശ്രമിച്ചിട്ട് ആ പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കൈ നീട്ടിയിട്ട് ആ പെണ്ണ് മുഹമ്മദ് നബിയെ തട്ടി ഓടിയില്ലേ? ഈ ആളെ മാതൃകാപുരുഷനായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് പച്ചയിൽ പരിശുദ്ധമായിട്ടുള്ള ഇസ്ലാമിന്റെ ഹദീസുകളെ വ്യഭിചരിക്കുന്ന മുഴുവൻ സഹോദരന്മാരും സഹോദരിമാരും ഇത് എന്തിനു വേണ്ടി എന്നത് ഒന്ന് ചിന്തിക്കണമെന്ന് ബഹുമാനത്തോടുകൂടി പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒന്നുമല്ലെങ്കിൽ 150 കോടി വിശ്വാസികളുടെ മനസ്സിൽ രാജകുമാരനായി പ്രതിഷ്ഠിച്ചുകൊണ്ട് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് സർവസ്വമായി വികാരത്തുടിപ്പിൽ കൊണ്ടു നടക്കുന്ന ഒരു നേതാവിന് ഇவ்விதം സമൂഹമധ്യേ പച്ചയിൽ പിച്ചു ചീന്താൻ തൊലിക്കറ്റിയുമായിട്ട് വരുമ്പോൾ ഇത് എന്തിനെ എന്ന് വിമർശിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കണേ എന്ന് മാത്രം ഈ റബീഉൽ അവ്വലിൽ ഞങ്ങൾ പറയുകയാണ്. അല്ലാഹു എല്ലാവർക്കും നല്ല ബോധം കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്, നമ്മൾ ഭീകരതന്റെ ആളുകളല്ല, നമ്മൾ വർഗീയതന്റെ ആളുകളല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നും നിലയ്ക്ക് എന്തൊക്കെ നടക്കണം? ബാബരി മസ്ജിദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ വേണ്ടി സുപ്രീം കോടതി അനുവാദം കൊടുത്ത് ഒരു ഇല ഇളകിയോ? ഇതാണ് ഇസ്ലാം. ഒരു അമ്മിക്കുട്ടി ഇളകിയോ? എവിടേക്കെങ്കിലും കല്ല് വാരിട്ട് ആരെങ്കിലും എറിഞ്ഞോ? ഒരു പൂഴി വാരിട്ട് എറിഞ്ഞോ? ഇല്ല. ഇതാണ് ഇസ്ലാം. നമ്മൾ വർഗീയതന്റെ ആളുകളല്ല. പിന്നെ ഏതിലുണ്ടാവും പ്രശ്നം ഉണ്ടാക്കുന്നത്? അവരൊക്കെ കൂലിത്തല്ലിന്റെ ആളുകളാണ്. അത് ഇസ്ലാമിലേക്ക് വരവേക്കേണ്ട കാര്യമില്ല. അത് ഏത് മതത്തിലുണ്ടാവും. ഇസ്ലാമിത. ചിന്തിക്കണേ. ദീർഘമായി പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ട യുവതികളെ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും ഏറ്റവും കൂടുതൽ പകർത്തേണ്ടതും ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കേണ്ടതോ മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജ്മി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മൗലായ സല്ലി വസല്ലം على حبيبك خير الخلق كلهم. സ്വഹാബാക്കളിൽ നമ്മൾ പകർത്തേണ്ടതാണ്. സ്വഹാബാക്കൾക്ക് മുത്തുനബി കേവലം ഇത്തിബായിന്റെ ആളുകൾ മാത്രമല്ല, സ്വഹാബാക്കൾക്ക് മുത്തുനബി ഖുദുവത്തിന്റെ ഇമാമ മാത്രമല്ല.
സ്വഹാബാക്കൾക്ക് മുത്തുനബി ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയാത്ത സ്വഹാബിയില്ല. വഫാത്തിന് ശേഷം ഇതേ വാക്ക് പലരും ശറഫാക്കപ്പെട്ട ഖബറിൽ വന്നുകൊണ്ട് പറയുന്നു, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. വെറുതെ പറയില്ല, അവര് അവകാശവാദം ഉന്നയിക്കല്ല, തെളിയിച്ചവരാ. നമ്മളൊക്കെ സ്നേഹം അവകാശവാദമാണ്. എനിക്ക് ഏറ്റവും സ്നേഹം റസൂലുള്ളാഹിനെയാണ്, അത് അവകാശവാദമാണ്. അത് കുറെ ആളുകളെ പാടത്ത് കാണുമ്പോൾ മൈക്ക് തുറന്നിട്ട് വാ പൊളിച്ചിട്ട് അവകാശവാദം പറയാണ്. സഹാബാക്കൾ അവകാശവാദം പറയില്ല, കൃത്യമായിട്ട് തെളിയിച്ചു കൊടുത്ത ആളുകളാണ്. ഒരിക്കൽ ത്വൽഹത്ത് റളിയല്ലാഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങളോടാന്ന് പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങളോടാന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി, നമ്മൾ ചരിത്രം പഠിക്കണല്ലോ, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹത്ത് റളിയല്ലാഹുവിനോട് ചോദിച്ചു, അത് പറയുന്നത് ശരിയാണോ ത്വൽഹത്തെ? ശരിക്കും ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ശരിയാണോ? അതെ നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാ. ഉടനെ അള്ളാഹുവിന്റെ റസൂല് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ഈ കേൾക്കണമല്ലോ, അങ്ങനെയല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള ആള് എന്ത് പറഞ്ഞാലും കേൾക്കണമല്ലോ, അങ്ങനെയല്ലേ? അപ്പൊ നിനക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണെങ്കിൽ ത്വൽഹത്തെ ബാപ്പന്റെ തലെടുത്തിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്, ബാപ്പന്റെ തലെടുത്തിട്ട് ഇങ്ങോട്ട് വാ. നമ്മളാണ് എന്താ ഉണ്ടാകുക, ഇത് പറയുന്നത് വളർത്തതല്ല, തല എടുക്കും, പക്ഷെ വാപ്പാന്റെ ആവില്ല, പറഞ്ഞ ആൾതാണ് ഈ കാര്യം. നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ വാപ്പന്റെ തലല്ല, നിങ്ങളെ തല തന്നെ എടുത്തരാന്ന് പറഞ്ഞിട്ട് തല ഒന്ന് അവിടെ എടുക്കും, പക്ഷെ അത് വാപ്പന്റെ ആയിക്കൊള്ളണമെന്നില്ല. ഇത് കേൾക്കേണ്ട താമസം. ത്വൽഹത്ത് ഒരൊറ്റ ഓട്ട വാള് വരിയിട്ട് ഇനി ശങ്കിക്കേണ്ട കാര്യമില്ല, സംശയിക്കേണ്ട വിഷയമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ അഹബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ബാപ്പന്റെ തലെടുക്കാൻ. പിന്നെ എന്താ ഞാൻ ആലോചിക്കണേ, തലെടുക്കാൻ വേണ്ടി ത്വൽഹത്ത് വാള് വരിയിട്ട് ഒരൊറ്റ ഓട്ടാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, തലെടുക്കും തോന്നുന്നുണ്ടോ? അല്ല, ആദ്യം ഇപ്പൊ നിങ്ങളെ മനസ്സൊന്ന് കിട്ടണല്ലോ. അവിടെ ആ ചരിത്രം എങ്ങനെ അവസാനിക്കുന്നപ്പോ നിങ്ങൾക്ക് തോന്നുന്നത് തലെടുത്ത് വരുന്ന അല്ല, എന്തെങ്കിലും ഒന്ന് പറയും, രണ്ടാലൊന്നും, ഒന്നെങ്കിൽ വരുമെങ്കിൽ വരുന്ന്, അല്ലെങ്കിൽ വരൂലെന്ന് രണ്ടാലൊന്ന് പറയും. എങ്ങനെ വരുന്ന? തെറ്റിപ്പോയി. ഇല്ല, റഹ്മത്തുൽ ആലമീൻ അങ്ങനെ പറയോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ എന്ന ആയത്തിന്റെ ഒരു തുമ്പ് കൽബിലുള്ള ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയോ? ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഇത് തെളിയിക്കാൻ, ഇത് വെറും ബെടുവായിത്തല്ല, അവകാശവാദമല്ല, ഇത് ശരിയാണ് എന്ന് ലോകത്ത് തെളിയിച്ചു കൊടുക്കുക, ഓടി തലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞു, ത്വൽഹത്തെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ മോനോട് വാപ്പാന്റെ തലെടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വന്ന ആളല്ല, ഞാൻ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് നബിയാ. നിന്നൊന്ന് പരിശോധിച്ചാണ് അതിൽ നീ A+ വാങ്ങി ത്വൽഹത്തെ എന്ന് മുഹമ്മദ് മുസ്തഫ. സഹാബാക്കൾ എങ്ങനെയാ? അവരത് തെളിയിച്ചവരാണ്. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. കേൾക്കണേ, എന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക്, രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങളൊക്കെ സ്വലാത്ത് കൊണ്ട് ഒരു സഹകരണം ഈ സദസ്സിൽ അത്യാവശ്യമാണ്. ഒരു 3 സ്വലാത്ത് കൂടെ ചൊല്ലുമോ ഈ സദസ്സിലേക്ക് പുന്നാര പൂമാന്റെ നവറും മദതും കിട്ടാൻ? സല്ലല്ലാഹു അലാ മുഹമ്മദ്. പോരാ, ബാക്കിലൊക്കെ വെറുതെ മുന്നിൽ കുറച്ച് ആൾക്കാർ സ്വലാത്ത് ഏൽപ്പിച്ചിട്ട് ബാക്കിൽ മുണ്ടാതിരിക്കുകയാണ്. പറ്റൂല. 3 സ്വലാത്ത് തന്നെ എല്ലാരും കൂടി ഉറക്ക. ബാക്കെന്ന് ചെറുപ്പക്കാർ ഉറക്ക സ്വലാത്തില്ലേ, മടി പോവാനാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഏത് വേദനയും മാറാൻ, ഏത് പ്രയാസങ്ങളും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാൻ, ഏത് കടങ്ങളും വീടാൻ, ഏത് രോഗങ്ങളിൽ നിന്നോ മുക്തി നേടാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഈ സലാത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിന്റെ ഇടയിലൊക്കെ ചെല്ലുന്നത് വലിയ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താ അറിയോ, അള്ളാഹ്ക്ക് പൊതുവെയുള്ള നയം 1-ന് 10. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. അങ്ങനെ ആകുമ്പോ മൻ സല്ല അലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ എന്ന് പറഞ്ഞാൽ അത് 10 സ്പെഷ്യൽ 10 എന്ന് മനസ്സിലാവൂലേ? എല്ലാത്തിനും നമ്മൾ റക്അത്ത് നിസ്കരിച്ചാൽ 10 കൂലി അള്ളാഹ് തരും. അങ്ങനെ ആകുമ്പോ സ്വലാത്തിന് സെപ്പറേറ്റ് പറയണോ? അപ്പൊ 10 അതൊരു സ്പെഷ്യൽ വെറൈറ്റി 10. അതിനെ കുറിച്ചാണ് റസൂൽ പറഞ്ഞത്. അള്ളാന്റെ ഒരു സ്വലാത്ത് ഒരാൾക്ക് കിട്ടിയാൽ ആ കിട്ടിയ മനുഷ്യന് ഒരു അവകാശമുണ്ട്.
പിന്നെ എന്താ അവകാശം? അല്ലാ യുഅദ്ദിബഹുല്ലാഹു ബിന്നാർ. പടച്ചോന്റെ ഒരു സ്വലാത്ത് ഒരാൾക്ക് കിട്ടിയാൽ ആ കിട്ടിയവനെ പിന്നെ നരകം വെച്ചുകൊണ്ട് പടച്ചോൻ ശിക്ഷിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഒരു സ്വലാത്ത് എങ്ങാനും ഒരാൾക്ക് കിട്ടിയാൽ അവൻ നരകത്ത് കടക്കുന്ന പ്രശ്നമില്ല എന്ന് പരിശുദ്ധ റസൂൽ. ഒറ്റ സ്വലാത്തിന് പടച്ചോന്റെ തിരിച്ച് ഒന്നല്ല 10 കിട്ടുക. അപ്പൊ ഒരു 3 സ്വലാത്തിന് പടച്ചോന്റെ 30. ഇതിന്റെ ആകത്തുക എന്താ? സ്വലാത്ത് ചൊല്ലിയവൻ നരകത്ത് പോവില്ല. ഇൻഷാ അല്ലാഹ് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവേ, കത്തിക്കാളുന്ന നരകം ഒരു മൈക്രോ സെക്കൻഡെങ്കിലും അനുഭവിക്കുന്ന അപകടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു തആല അൻഹു, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ ഖതീബാണ്, ഖതീബ് റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖതീബാണ്. റസൂലുള്ളാഹിക്ക് പാട്ടുകാരുണ്ടായിരുന്നു. ഷാഇറു റസൂലില്ലാഹ് ഹസ്സാൻ ഇബ്നു സാബിത്ത് അതിൽ പ്രധാനപ്പെട്ട പാട്ടുകാരനാണ്. റസൂലുള്ളാഹിക്ക് പ്രഭാഷകൻ ഉണ്ടായിരുന്നു. അതിൽ പ്രഗൽഭനായ ഒരു പ്രഭാഷകനായിരുന്നു സാബിത്ത് ഇബ്നു ഖൈസ് ബിൻ ശമ്മാസ്. സാബിത്ത് ബിൻ ഖൈസ് ഒരുപാടുണ്ട്, പക്ഷെ ഇബ്നു ശമ്മാസ് ഒന്നേ ഉള്ളൂ. അത് റസൂലുള്ളാഹിന്റെ പ്രഭാഷകനാണ്. അദ്ദേഹത്തിന് ചെകിടിന്റെ കേൾവി ഇത്തിരി കുറവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇത്തിരി ശബ്ദത്തിലാണ് സംസാരിക്കുക എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഇരിക്കവേ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്, റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഉച്ചയിൽ സംസാരിക്കല്ലേ, റസൂലുള്ളാഹിന്റെ ശബ്ദത്തിനേക്കാൾ ശബ്ദം ഉയരല്ലേ. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂലിനോട് സംസാരിക്കല്ലേ. സൈഡ് എഫക്ട് എന്താണെന്നറിയോ? ആ സംസാരം കൊണ്ട് ആ ഒരു ദിവസത്തെ അമല് പൊളിയലല്ല, ഒരു കൊല്ലത്തെ അമല് പൊളിയലല്ല, ജീവിതത്തിൽ ഏറ്റവും വരെ ചെയ്ത അമലുകൾ മൊത്തം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ശബ്ദം കൂട്ടി സംസാരിച്ചാൽ പൊളിയുമെന്ന് ഖുർആൻ അസന്നിഗ്ധമായി പറയുകയാണ്. ഈ ആയത്തങ്ങ് ഇറങ്ങിയപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലുള്ള കുതിരയെ കെട്ടിയിട്ടുള്ള കുതിരാലയത്തിൽ പോയി കുതിരകളുടെ കൂടെ കിടക്കുകയാണ്, കിടന്നുകൊണ്ട് കരയുകയാണ്. ആ മഹാനായ സയ്യിദ് നമ്മുടെ സാസിലേക്ക് കടന്നു വരികയാണ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا يا رسول الله ما دعا لله داعي يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا أهلا وسهلا يا حبيب الله. അൽഹംദുലില്ലാ, നമ്മുടെ സാസിന് നന്നായി ഇതിന്റെ അവസാനം കുറിക്കാൻ മഹാനായ സയ്യിദ് നമ്മുടെ സാസിൽ എത്തിയിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ്. പിന്നെ ഒരു 10-15 മിനിറ്റ് എനിക്ക് വിശ്രമത്തിന്റെ സമയമാണ് താങ്കൾ പറഞ്ഞത്. മദ്രസയിലൊക്കെ അങ്ങനെ ഉണ്ടാകലുണ്ട്, ഇടയ്ക്ക് കുട്ടികളൊന്ന് മൂത്രയിക്കാൻ വിടും. അത് എനിക്ക് മാത്രമായിട്ട് അങ്ങക്കല്ല, നിങ്ങൾ അവിടെ ഇരിക്കണം. അതിന്റെ ഇടയിൽ നമ്മൾക്ക് പൂരിപ്പിച്ചു കൊടുക്കാമല്ലോ. കാരണം എന്താ പിന്നെ മസ്തിഷ്കം പുഷ്പിക്കും ഹുബ്ബു റസൂലും ഉണ്ട്, അപ്പൊ നമുക്ക് ബാക്കി പൂരിപ്പിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ടവർ, മിനിഞ്ഞാന്ന് ഇവിടുന്ന് പോയിന്ന് അല്ലെ, ഇന്നലെ പോയതാണ് മംഗല കർണാടകയിൽ നിന്ന് ഒരുപാട് പരിപാടികളുടെ പ്രവാഹം, സംരംഭങ്ങളുടെ ഘോഷയാത്ര. അതിന്റെ ഇടയിൽ വളരെ ക്ഷീണിതനായിട്ട് ഇവിടെ എത്തിയതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനിയും പരിപാടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു രാത്രിയെങ്കിലും ഒരു അല്പം വിശ്രമിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തങ്ങളെ വിശ്രമിക്കാതിരിക്കുന്ന തരത്തിൽ എന്റെ സംസാര വിമർശനായി പോകും. അള്ളാഹു അങ്ങനെ രേഖപ്പെടുത്തുക. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഇടപെടൽ എന്താണോ അതിന് ശേഷം
പിന്നെ ഒരുപാട് തുടരൂല, കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ് ഹുബ്ബുൻ നബിക്ക് വേണ്ടി വന്നതല്ല, ഒരല്പസമയം സംസാരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് പിന്നെ ഞാൻ ഇപ്പൊ സംസാരം തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി തങ്ങള്, ഞാനത് പറയാൻ മടിച്ച് കയറും, തങ്ങളമ്പിൽ എങ്ങനെ പറയാന്ന്. തങ്ങളൊന്ന് ഇടപെട്ടിട്ട് പിന്നെ ഞാൻ തുടരുകയാണെങ്കിൽ പിന്നെയും അങ്ങനെ ഒരുപാട്, എനിക്കാണെങ്കിൽ നാളെ ഒരുപാട് ലോങ് പോകാനുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ക്ഷമിക്കണം. കുറച്ച് സമയം കൂടി ഞാൻ സംസാരിക്കാം, വളരെ കുറച്ച് സമയം. എന്നിട്ട് ആ മഹബത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പന്റെ ദുആയിൽ നമ്മളാണ് പിരിഞ്ഞാല് എന്റെ പ്രസംഗമല്ല ഇവിടെ വലുത്, തങ്ങളെ ദുആയാണ്. അപ്പൊ അത് സത്യത്തിൽ ഒരു നേതാവിന്റെ പവറാണത്. ഇത് തങ്ങളെപ്പോലത്തെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടലുള്ളൂ അല്ല. പിന്നെ പിന്നെ തങ്ങളൊന്ന് കേട്ടും ചെയ്തോട്ടെ. കാരണം എന്താ അറിയോ, ഒരു നേതാവ് അനുയായിന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ തങ്ങൾ അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല. തങ്ങൾക്കാണ്ട് പറഞ്ഞാൽ മതി, ഞാൻ ദ്വാരം വെക്കോളൂ, എന്നിട്ട് നിങ്ങൾ പ്രസംഗിച്ചോളൂ. പക്ഷെ എന്റെ പ്രയാസം തങ്ങൾക്കറിയാം, വലിയൊരു പ്രയാസം ഉണ്ട് എന്നല്ല. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പിന്നെ നീളേണ്ടി വരും. അപ്പോൾ ഇന്ന് രാത്രി കുറച്ച് നിങ്ങൾക്കും വിശ്രമിച്ചൂടെ എന്നൊരു പ്രത്യുപകാരമാണ് ഇപ്പൊ ചെയ്തത്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സംസാരിച്ച് തങ്ങൾക്ക് മൈക്ക് കൈമാറും. എല്ലാവർക്കും ആമിയിൽ പങ്കെടുത്തിട്ട് സദക്കയിലും പങ്കെടുത്തിട്ടാണ് പോകണം. നമ്മളറിയാതെ നമ്മുടെ മടിശീലയിൽ സ്വർഗത്തിന്റെ ടോക്കം വീഴും വേണം, നമ്മൾ അറിയാതെ കാണാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. കാരണം ഇത് കഴിഞ്ഞിട്ട് തപ്പിയൊക്കണ്ട, നമ്മൾ കാണുന്ന രൂപത്തിൽ ഉണ്ടാവില്ല. അതാണ് കാണാതെ എന്ന് പറയാൻ കാരണം, നമ്മൾ വൈബോണ്ട് വിശ്വസിക്കുന്നവരല്ലോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒറ്റ സദസ്സ് കാരണത്താൽ നമ്മൾ ആരെങ്കിലും എന്തിന്റെങ്കിലും പേരിൽ നരകത്തിന്റെ മേൽ അള്ളാഹു വാജിബാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അള്ളാഹു ഹറാമാക്കട്ടെ, അള്ളാഹു ഹറാമാക്കി തരട്ടെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഞാൻ ഈ ചരിത്രം മുഴുവനാക്കാം ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിക്കും, ഈ ചരിത്രം മുഴുവനാക്കാം. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു തആല അൻഹു ഇത്തിരി ശബ്ദം കൂടുതലുള്ള ആളാണ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിഹി എന്ന ആയത്ത് ഇറങ്ങിയതോടുകൂടി തന്റെ വീട്ടിലുള്ള കുതിരാലയത്തിൽ പോയി കിടന്ന് കുതിരകളുടെ കൂടെ തലവെച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. കുതിരാലയത്തിൽ നിന്ന് എന്താണ് ഒരു എങ്ങലടി എന്ന നിലയിൽ തന്റെ സഹധർമ്മിണി പുറത്ത് വന്ന് നോക്കിയപ്പോൾ സാക്ഷാൽ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെണ്ണേ ഞാനൊരു കുതിരയാണ്, പെണ്ണേ ഞാനൊരു കുതിരയാണ്, ഞാനൊരു കുതിരയാണ്. എനിക്കെതിരെയായിട്ട് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പവിത്രമായ ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഞാൻ ശബ്ദം ഗംഭീരമായവനാ, എനിക്ക് എന്നെ ഒതുക്കിപ്പിടിക്കാൻ കഴിയാറില്ല. മസ്ജിദുൻ നബവിയിൽ ഞാൻ എല്ലാവരെക്കാളും ഇത്തിരി ശബ്ദത്തിൽ സംസാരിക്കുന്നവനാ. അത് അള്ളാഹു അറിഞ്ഞുകൊണ്ട് എനിക്കെതിരെ ഇറക്കിയിട്ടുള്ള ആയത്താകാം. അതുകൊണ്ട് ഞാനൊരു കുതിരയാ, ഞാനൊരു കുതിരയാ, എനിക്ക് കുതിരക്ക് കൊടുക്കുന്ന ഭക്ഷണം മതി എന്ന് പറഞ്ഞുകൊണ്ട് കുതിരാലയത്തിൽ കിടന്ന് ഞങ്ങളടിക്കുന്ന സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസ്ഥ ജമാഅത്തിന് വരുന്നില്ല. ളുഹറിന്റെ സമയമായി എല്ലാവരും വന്നു, സാബിത്തിനെ കാണുന്നില്ല. അസറിന്റെ സമയമായി എല്ലാവരും വന്നു, സാബിത്തിനെ കാണുന്നില്ല. മഗ്രിബിന്റെ സമയമായി എല്ലാവരും വന്നു, സാബിത്തിനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സാബിത്ത് എവിടെ, സാബിത്ത് എവിടെ എന്ന്. നബിയുനാ റസൂലുള്ളാഹി النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 الله
നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ആത്മാവിന്റെ വീഞ്ഞ് മോന്തണോ, കൽബിന്റെ ലഹരി മോന്തണോ, മസ്തിഷ്കം പുഷ്പിക്കണോ, ദുഷ്കരമായ പ്രശ്നങ്ങളിൽ നിന്ന് സടകുടഞ്ഞ് നിൽക്കണോ, മദനി രാജാവിന്റെ മധുവോതും കഥകളിലൂടെ ഹൃദയമങ്ങ് കടന്നു പോയാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സമാധാനത്തിന്റെ ആശ്വാസ മോക്ഷവാക്യമല്ലയോ ബിദിക്രില്ല എന്നതിന് ഇമാം റാസി റഹിമഹുല്ലാഹ് കൊടുത്ത ഒരു തഫ്സീർ. ദിക്റുല്ലാഹ് മുഹമ്മദ് മുസ്തഫ, ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് മുസ്തഫയാ. അപ്പോൾ അലാ അറിയണേ, ബിദിക്രില്ലാഹ് മുഹമ്മദ് നബിയെ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ സമാധാനം. അത് തന്നെയാ മങ്കൂസ് മൗലൂദിൽ മഹാനായ മഖ്ദൂനങ്ങളും പറഞ്ഞത്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുർജി, വല്ല വീട്ടിലും തങ്ങൾ താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. തങ്ങൾ ഏതെങ്കിലും ഒരു കൽബിൽ ഓർമ്മയോടെ താമസിക്കുന്നുവെങ്കിൽ ആ കൽബിന്റെ ഉടമയ്ക്ക് ആശ്വസിപ്പിക്കാൻ മറ്റൊരു ശൈഖിന്റെ തേവ പോലും ഇല്ലാത്ത വിധം അവർക്കുള്ള സമാധാനവും അവർക്കുള്ള തർബിയത്തും തസ്കിയത്തോ മദീനയിൽ നിന്ന് വരുമേ എന്ന് മഖ്ദൂനങ്ങൾ ആദ്യകാലത്ത് പേന കൊണ്ട് അടയാളപ്പെടുത്തിയെങ്കിൽ കൽബുകൾ ഒഴിഞ്ഞു വെക്കേണ്ടത് ഉരുക്കി വെക്കേണ്ടത് സംസ്കരിക്കേണ്ടത് സമുദ്ധരിക്കേണ്ടത് മദനി രാജാവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാ. ഹുബ്ബുൻ നബി വമദഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഹുൽ അമൽ. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ കുതിരാലയത്തിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാനൊരു കുതിരയായി എന്ന് സ്വന്തം സഹധർമ്മിണിയോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അറിയുകയാണ്, സാബിത്തിനെ മുത്തുനബി വിളിക്കുകയാ. ഭയവിഹ്വലനായി ശരീരം വരച്ചുകൊണ്ട് സാബിത്ത് ഇലാ ഹളറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ എത്തുകയാ. സാബിത്ത് റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ എത്തുകയാണ്. ആ രംഗൊന്ന് മനസ്സുകൊണ്ട് കണ്ടു നോക്കി നിങ്ങൾ. ഇതല്ല കുപ്പിന്റെ അല്ല, അത് ഞാൻ പറയുമ്പോൾ കണ്ടാൽ മതി. നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട, തങ്ങൾ മന്ത്രിക്കാൻ വേണ്ടി, എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ടവർ മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. ഒന്ന് എനിക്കും വാങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇന്നലും വാങ്ങിയിട്ട് മിഞ്ഞാന്നും വാങ്ങിയിട്ടുണ്ട്, ഇന്നും വാങ്ങും. അതാണ് നമ്മൾ ആരോഗ്യം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നോക്കണം, സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നിട്ട് വിറച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സാബിത്തേ എന്താ നീ പള്ളിയിലൊന്നും വരാത്തത്? കുതിരയുടെ കൂട്ടത്തിൽ പോയി കിടക്കുകയാണോ? പള്ളിയിൽ കാണുന്നില്ലല്ലോ. പൊട്ടി കരഞ്ഞു, യാ റസൂലല്ലാഹ്, അമല് പൊളിഞ്ഞു പോകുമെന്ന് പേടിച്ച് വരാത്തതാണ് നബിയേ. എന്താ സാബിത്തേ കാരണം? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബാലികും ലിബാദ് അൻ തഹബത അമാലുകും വ അൻതും ലാ തശ്ഉറൂൻ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുമ്പിൽ ശബ്ദം ഇത്തിരി ഓവറായാൽ അമല് പൊളിഞ്ഞു പോകുമെന്നല്ലേ പടച്ചവൻ പറയുന്നത്. ഈ സാബത്ത് എങ്ങനെ യന്ത്രിച്ചാലും ശബ്ദം ചുരുക്കി കിട്ടൂല എന്ന് എനിക്കറിയാം നബിയേ. അതുകൊണ്ട് അമല് പൊളിയണ്ട എന്ന് കരുതി പേടിച്ച് വരാതിരിക്കുകയാണെന്ന് റസൂലുള്ളാഹിന്റെ പ്രശോഭിതമായ മുഖം നോക്കി ജലാന്ത്രമായ കണ്ണോട് സാബിത്ത് അങ്ങ് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പ്രിയങ്കരനായ കൂട്ടുകാരനായ സാബിത്ത് എന്ന പ്രിയപ്പെട്ട അനുയായിയെ ചേർത്തി പിടിച്ചുകൊണ്ട് നെഞ്ചത്ത് ശറഫാക്കപ്പെട്ട കൈവച്ചുകൊണ്ട് പറയുന്നു, സാബിത്തേ പേടിക്കണ്ട സാബിത്തേ, ലസ്ത മിൻഹു, നിങ്ങൾ അവരിൽ പെട്ടവരല്ല സാബിത്തേ. നിങ്ങൾ അഹന്തയോടെ ശബ്ദം മുഖരിതമാക്കുകയല്ല സാബിത്തേ. ശബ്ദം ഗംഭീരമാവുക എന്നത് നിങ്ങളുടെ പ്രകൃതിയാണെന്ന് അല്ലാഹുവിനറിയാം സാബിത്തേ. അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ഇത്തിരി ഓവറായാലോ അമല് പൊളിഞ്ഞു പോകുന്ന നിർഭാഗ്യവാന്മാരിൽ നിങ്ങൾ പെടൂല്ല സാബിത്തേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട അനുയായിക്ക് കൈമാറുകയാണ്, സാബിത്തേ അമാ തറല്ല അൻ തഈശ ഹമീദാ വ അൻ തഖ്തുല ശഹീദാ വ അൻ തദ്ഖുലൽ ജന്ന. നബിയുനാ റസൂലുള്ളാഹി. ഓ കിട്ടിപ്പോയി പ്രൈസ് അടിച്ചു. അമാ തറല്ല അൻ തഈശ ഹമീദാ വ അൻ തഖ്തുല ശഹീദാ വ അൻ തദ്ഖുലൽ ജന്ന. സാബിത്തേ
നിനക്ക് ഇനിയുള്ള കാലം സ്വാസ്ഥ്യമായിട്ട് സുരക്ഷിതമായിട്ട് സന്തോഷത്തോടെ കഴിയണ്ടേ. ഒന്ന് കിട്ടി, ഒന്ന്. രണ്ടാമത്തെ, അങ്ങനെയാണ് കിട്ടേണ്ടവരെന്ന് കിട്ടിയാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. കിട്ടേണ്ടവരെന്ന് കിട്ടിയാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ചെറിയ അസുഖം. അപ്പോ ഞാൻ തങ്ങളോടൊന്ന് സാധാരണ അങ്ങനത്തെ സമയത്തൊക്കെ ചിലപ്പോൾ മുഷാവർ ചെയ്യാറുണ്ട്. ഞാൻ പറയാതെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് കിടക്കുമ്പോഴാണ് സാലിം ഫൈസിയായിട്ട് സംസാരിക്കേണ്ട ആവശ്യം വന്നപ്പോൾ സാലിം ഫൈസി തങ്ങൾ എടുത്താളുള്ളത്. അപ്പൊ മൊബൈൽ കൈമാറിയപ്പോ എന്നോട് പറഞ്ഞു, ആ അസുഖത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോ ഞാനത് പൂർണ്ണമായിട്ടും മാറുമെന്ന് ശാസ്ത്രീയ ഗ്യാരണ്ടി ഉള്ള ഒരു സർജറി ചെയ്ത് കിടക്കുകയാണ്. ആ അസുഖത്തിന് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളോട് പറയാം, ആ അസുഖം ഇന്ന് വരെ എനിക്ക് മാറിയിട്ടില്ല, എപ്പോഴും ഉണ്ട്. സർജറി വെറുതെ പോയെന്ന് മാത്രം. അപ്പൊ ചിലത് കിട്ടിയാൽ നല്ലതാണെങ്കിലും മറ്റേതാണെങ്കിലും അങ്ങനെ ആയിരിക്കും. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾക്ക് ആ നാവുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇൽമിന്റെ അഹലുകാർക്ക് പ്രത്യേകിച്ച് അല്ലാഹു തആല അവരുടെ ദീർഘായുസ്സിലും നേതൃത്വത്തിൽ നമുക്ക് ശിഫാവും നമുക്ക് പരിഹാരവും പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് ബിൻ നബിയിൽ മുസ്തഫ. ഇത് കിട്ടി, പ്രൈസ് അടിച്ചു പോയി. സാബിത്തേ അമാ തർള അൻ തഈശ ഹമീദാ വഅൻ തഖ്തുല ഷഹീദാ വഅൻ തദ്ഖുലൽ ജന്ന. സ്വാസ്ഥ്യമായിട്ട് കഴിയുകയും ഷഹീദായി മരിക്കുകയും സ്വർഗം പുൽകുകയും ചെയ്യണ്ടേ സാബിത്തേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ പറഞ്ഞതിന് ശേഷം സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല എന്നാണ്. രണ്ടാമത്തെ പ്രവചനം എന്തായിരുന്നു? രണ്ടാമത്തെ പ്രവചനം വാൻ തഖ്തുല ഷഹീദ, ഷഹീദായിട്ട് മരിക്കലാണ്. യമാമ യുദ്ധത്തില് മുസൈലമത്തുൽ കദ്ദാബുമായിട്ട് പടവെട്ടുമ്പോ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പങ്കെടുത്തു, രക്തസാക്ഷിയായിട്ട് മരിച്ചു. ഇനി സ്വർഗത്ത് കടക്കലല്ലേ, അത് നാളെ അവിടെ വെച്ചുകൊണ്ട് അറിയാനും കാണാനുള്ളതാണ്. കൂടെ കടന്ന് അവിടെ വെച്ചുകൊണ്ട് പരിചയപ്പെടാൻ അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞേക്ക്, അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഒരു 3-4 മിനിറ്റ് കൊണ്ട് നിർത്തും. എന്റെ സമാപനം 3 സലാത്ത്, ഒരു 3 സലാത്തും കൂടി ഉറക്കെ ചൊല്ലിക്കേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റഹ്മത്തുൽ ആലമീന്റെ മാസത്തിൽ റഹ്മത്ത് അള്ളാഹുവിങ്കിൽ നിന്ന് റഹ്മത്തുൽ ആലമീൻ നിമിത്തമായിട്ട് നമുക്ക് കിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ 3 മിനിറ്റ് കൊണ്ട് അതിനൊരു 3 കാര്യം പറഞ്ഞുതരാം. റഹ്മത്ത് കിട്ടാൻ ഏറ്റവും നല്ലത് നമ്മൾ റഹ്മത്തിന്റെ ആളുകളാവുക എന്നുള്ളതാണ്. റസൂലുള്ള മനുഷ്യർക്ക് മാത്രം റഹ്മത്തല്ല, മനുഷ്യനും ഭൂതത്തിനും മലക്കുകൾക്കും മയിലിനും മുയലിനും മലക്കും മരങ്ങൾക്കും കുരങ്ങിനും കരടിക്കും കടുവക്കും എല്ലാത്തിനും. CH മുഹമ്മദ് വായ സാഹിബിന്റെ വാക്ക് കടഎടുത്ത് പറഞ്ഞാൽ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കം പാമ്പ് വരെ എല്ലാവർക്കും കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ. ഇന്നോ കാരുണ്യം വറ്റി വരേണ്ട കാലമാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ, ഗർഭിണിയായ പൂച്ചയാണ് മലയാളക്കരയിലെ ചില ചെറുപ്പക്കാർ തൂക്കിക്കൊന്നത്. ഗർഭിണിയായ പൂച്ചയെ വായിച്ചപ്പോ വല്ലാത്ത മനസ്സുരുക്കുണ്ടായി. പക്ഷെ എനിക്ക് തോന്നി അത് ഏതോ ഭാഗത്തുള്ള സുഖമില്ലാത്ത കുട്ടികളായിരിക്കുന്നു. എന്നാ ഇന്നലത്തെ പേപ്പറിൽ സുപ്രാത്തിൽ കാണാം, കാസർഗോഡ് 2 കീരിയെ കെട്ടി തൂക്കിയിട്ട് കൊന്നു കളഞ്ഞു. ഇനി നിങ്ങള് ഇതിങ്ങനാണ്ട് പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. ഇനി നിങ്ങള് ഹിറ്റ്ലറുടെ ആദ്യകാല ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. കോടിക്കണക്കിന് മനുഷ്യരെ പച്ചയിൽ കരിച്ചു കളഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ ആരാച്ചാർ സാക്ഷാൽ ഹിറ്റ്ലർ. അദ്ദേഹത്തിന്റെ ആദ്യകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹോബി തവളയെ കൊന്നിട്ട് കൈയൊട്ടിച്ചിരിക്കലായിരുന്നു. തവളയെ കൊല്ല എന്നിട്ട് കൈയൊട്ടിച്ചിരിക്കുക. അപ്പൊ ഈ കുട്ടികളൊക്കെ കുറച്ചു കാലം ജീവിച്ചു പോയാൽ നമ്മുടെ നാട്ടിലെ മിനി ഹിറ്റ്ലറുകളായിട്ട് മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിപ്പോ പൂച്ചയല്ലേ കീരിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എവിടെ എത്തും ആരും പറയാനില്ലെങ്കിൽ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. കൊല്ലൽ ആഘോഷിക്കാം, വെടിവെക്കൽ ആഘോഷിക്കാം, മനസ്സമാധാനത്തിന് വേണ്ടി മനുഷ്യരെ കൂട്ടക്കശാപ്പ് ചെയ്യാം. കരുണ പറ്റിയ കാലത്ത് നാം സ്വയം കാരുണ്യവാന്മാരായാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി ഇസ്ലാം നമ്മുടെ മുമ്പിൽ നിവർത്തിച്ചു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സംവിധാനം നമ്മൾ കാരുണ്യ സ്വഭാവത്തോടെ ജീവിക്കലാണ്. ഇർഹമൂ മൻ ഫിൽ അർള് യർഹംകും മൻ ഫിസ് സമാ. എന്റെ അയൽവാസി അയ്യപ്പനാണെങ്കിലും പനിയുണ്ടെങ്കിൽ വണ്ടിയിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നിനക്കതുകൊണ്ട് സ്വർഗത്തിലേക്ക് തക്ക അമലാണ് എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ. അയൽവാസി പട്ടിണിയാകുമ്പോൾ അവിടെ ഏത് മതക്കാരനാണെന്ന് പറഞ്ഞില്ല. വയറ് നിറച്ച് കഴിക്കുന്നവന് ലൈസ മിന്നാ
നമ്മളിൽപ്പെട്ടവനല്ല. ഒരാൾ സ്വയം പട്ടിണി കിടന്നുകൊണ്ട് കിടന്നുറങ്ങിയാൽ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞില്ല. ഒരാള് സ്വന്തമായിട്ട് പട്ടിണി കിടന്നിട്ട് കിടന്നുറങ്ങിയാൽ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞില്ല. അയൽവാസിന്റെ കാര്യമാണ് സമൂഹത്തിനോട് പറഞ്ഞു കൊടുത്തത് മുഹമ്മദ് മുസ്തഫ. അയൽവാസി ആരാന്ന് പറഞ്ഞില്ല. വലൗകാന കാഫിറൻ, കാഫിറാണെങ്കിലും സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു ആർക്കൊക്കെ റബ്ബാണോ, അല്ലാഹു ജിബ്രീലിന് റബ്ബാണ്, കോടാനക്കോടി മലക്കുകൾക്ക് റബ്ബാണ്, മനുഷ്യർക്ക് റബ്ബാണ്, ജിന്നുകൾക്ക്, മരങ്ങൾക്ക്, ക്ഷുദ്രജീവികൾക്ക്, കടൽ ജീവികൾക്ക്, എല്ലാത്തിനും റബ്ബാണ് അല്ലാഹു. എങ്കിൽ അല്ലാഹു ആർക്കൊക്കെ റബ്ബാണോ അവർക്കൊക്കെ റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അലം നശ്റഹ് ലക സദ്റക എന്ന് പറഞ്ഞത്. കാരണം വിശാല മനസ്കത വേണോ. ജിന്നിനോട് ബന്ധപ്പെടണം, മലക്കിനോട് ബന്ധപ്പെടണം, മനുഷ്യനോട് ബന്ധപ്പെടണോ, ഒട്ടകത്തോട് സംസാരിക്കണം, കഴുതയോട് തമാശ പറയണോ, ഉടുമ്പിനോട് പാട്ട് പാടണം, മരങ്ങളെ ക്ഷണിക്കണോ, പാറയുടെ സലാം കേൾക്കണോ. അലം നശ്റഹ് ലക സദ്റക മനുഷ്യന്മാരോട് മാത്രം ബന്ധപ്പെടാനാണെങ്കിൽ ഇത്ര വലിയ വിശാലത വേണ്ട. എല്ലാ അർത്ഥത്തിലും അള്ളാഹു മനസ്സങ്ങ് വിശാലമാക്കി കൊടുത്തു. അത് കൊടുത്തു എന്ന് മാനവർക്ക് തെളിയിക്കുമാറ് 4 പ്രാവശ്യം സർജറി നടത്തി. മാഷാ അല്ലാഹ്. ലോകത്ത് അത്ഭുതങ്ങളുടെ അത്ഭുതമേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അലം നശ്റഹ് ലക സദ്റക. അങ്ങയുടെ സദ്ർ നാം വിശാലമാക്കി തന്നില്ലേ. വവളഅനാ അൻക വിസ്റക. എന്റെ ഉമ്മത്ത് എന്തായി പോകുമെന്നൊരു വേജാറ് സദാ അള്ളാഹുവിന്റെ റസൂലിനെ അലട്ടിയിരുന്നു. അതാണ് മുതുകിൽ വഹിച്ചിട്ടുള്ള ഭാരമെന്ന് പറയുന്നതിന്റെ ഒരു താല്പര്യോ. ആ സമയത്താണ് പടച്ചവൻ പറഞ്ഞത് വലസൗഫ യുതീക റബ്ബുക ഫതർലാ. അതോടുകൂടി റസൂലുള്ളാഹിക്ക് ആശ്വാസം വരികയാണ്, റസൂലുള്ളാഹിക്ക് സമാധാനം വരികയാണ്. അപ്പൊ ശഫാഅത്ത് നൽകിയില്ലേ, ശഫാഅത്തിനുള്ള അധികാരം നൽകിയില്ലേ എന്നതിലേക്ക് സൂചനയാണ് ആ ആയത്തെന്ന് ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നു. അതുകൊണ്ടല്ലേ സൂറത്തുൽ ദുഹായിലും അല്ലാഹു പരിചയപ്പെടുത്തിയത് വദ്ദുഹാ. റസൂലുള്ളാഹിന്റെ കുടുംബത്തിലെ തങ്ങൾ കുട്ടികൾ തന്നെയാണ്, തങ്ങന്മാര് തന്നെയാണ് സത്യം. വല്ലൈലി, ആ തങ്ങന്മാരുടെ ഭാര്യമാരായ ബീവിമാര് തന്നെയാണ് സത്യമെന്ന് ഞാൻ അർത്ഥം കൊടുത്തതല്ല. ഇമാം റാസി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിന്റെ ചുവടയിൽ ഇതിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. വദ്ദുഹാ, റസൂലുള്ളാഹിന്റെ ഇൽമ തന്നെയാണ് സത്യം. ഏത് ഇൽമ, ഏത് വൈബായ കാര്യങ്ങളും കൃത്യമായി അളന്ന് മുറിച്ച് അറിയാനുള്ള അവിടുത്തെ ഉള്ളകത്തിന്റെ പ്രകാശമായ ഇൽമില്ലേ, ആ ഇൽമ തന്നെയാണ് സത്യം. വല്ലൈലി, ആർക്ക് എന്ത് ഐബുകൾ ഉണ്ടെങ്കിലും ജനങ്ങളോട് പറയാതെ സ്വന്തം വിളിച്ച് ഉപദേശിച്ച് നന്നാക്കുന്ന അവിടുത്തെ ആ ലൈല് പോലെ മറച്ചു പിടിക്കുന്ന അവസ്ഥ തന്നെയാണ് സത്യം എന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് പടച്ചവൻ പിന്നെ പറയുന്നത് എന്താണ്? വമാ മാ വദ്ദാക റബ്ബുക വമാ ഖലാ. മുത്താലിമീങ്ങൾക്ക് വേണ്ടി മാ വദ്ദാക എന്ന് പറഞ്ഞാൽ പിന്നെ വമാ കലാക്ക എന്ന് പറയണ്ടേ? അല്ല, മാ വദ്ദാക, അള്ളാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല, അങ്ങയെ അള്ളാഹു തആല ഒഴിവാക്കിയിട്ടില്ല. വദ്ദ മുവദ്ദി എന്ന് പറഞ്ഞാല് ലാസ്റ്റ് പരിപാടിക്കാര് സ്വലാത്ത് മുവദ്ദി എന്ന് കാണാം ഹദീസിൽ. ഖുശൂഅോട് കൂടി നിസ്കരിക്കണം. സൊല്ലി സ്വലാത്ത് മുവദ്ദീൻ, വിട പറയുന്ന നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇനി ഇശാ നമുക്ക് ഖുശൂ വേണം. സാധാരണ നമ്മൾ പറയാറുണ്ട് നിസ്കാരത്തിൽ ആത്മാർത്ഥത കിട്ടണില്ല എന്ന്. ബുദ്ധിപരമായ ഒരു ഗുളികയാണത്. നിസ്കാരത്തിൽ ആത്മാർത്ഥത കിട്ടണോ? ഈ ഹദീസ് ഒന്ന് നടപ്പിലാക്കിയാൽ മതി. എന്താ അറിയോ, ഇന്ന് ഇശാ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കാം ഇതെന്റെ അവസാനത്തെ ഇശയാണെന്ന്. താനെ ഖുശൂ കൊണ്ടുവരും. ഇനി ഒന്നും ചൊല്ലി പറയണ്ട, ഇതിന്റെ അവസാനത്തെ ഇശയെന്ന് ഞാൻ തീരുമാനിച്ചാൽ മതി. അവസാനത്തെ പ്രോഗ്രാം എല്ലാവരും നന്നാക്കൂല. ആർക്കാ തിരിയാത്തത്? മാ വദ്ദാക, തങ്ങളോട് അള്ളാഹു ഒരിക്കലും തന്നെ വിട പറഞ്ഞിട്ടില്ല. വമാ കലാക്ക എന്ന് പറഞ്ഞില്ല, പിണങ്ങിയിട്ടില്ല എന്നുള്ള പറയാൻ വമാ കലാക്ക എന്ന് പറഞ്ഞില്ല, വമാ കല എന്ന് പറഞ്ഞു. കാരണം എന്താരോ, അവിടെ ഉമ്മത്തിനെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ്. കാരണം തങ്ങൾക്ക് അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാന്റെ അദാബ് ഇറങ്ങോ പിണങ്ങിയോ എന്ന പേടിയിൽ തങ്ങളെ മാത്രം ഒരു സമയം പോലും ചിന്തിച്ചിട്ടില്ല. തങ്ങളെ ചിന്തിക്കാറില്ല. എന്റെ ഉമ്മത്തിനോട് അല്ല പിണങ്ങോ, എന്റെ ഉമ്മത്തിനോട് അല്ല പിണങ്ങോ, എന്റെ ഉമ്മത്തിനോട് അല്ല പിണങ്ങോ. ആ അള്ളാന്റെ ഹബീബിന് ആയത്തിറക്കിയ ഒമാ കലാക്കാന്ന് പറഞ്ഞില്ല, ഒമാ കല, നിങ്ങളെന്ന് പറഞ്ഞില്ല. നിങ്ങളും നിങ്ങളുടെ ആൾക്കാരുണ്ടല്ലോ ഉമ്മത്ത്, അവരോടും അള്ളാഹു പിണങ്ങൂല.
ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 9:20 എന്നോട് തങ്ങൾ പറഞ്ഞത്. ഒരു 15 മിനിറ്റ് കൂടി പറഞ്ഞോളി. 9:40 ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ എത്രയപ്പോ തുടരാൻ പറ്റുക? ഏറെ എന്നാൽ ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുന്നത്. 2 മണിക്കൂർ മിനിമം. ചിലപ്പോ അങ്ങനെ ഒന്നല്ല, കടപ്പുറത്തായിരുന്നു. അപ്പൊ 2, 3, 3.5 മണിക്കൂർ സംസാരിക്കേണ്ടി വന്നു. പക്ഷേ തങ്ങളെപ്പോലത്തെ നേതാക്കൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. നിങ്ങൾക്ക് ഒരു പിണക്കം ഉണ്ടാവില്ല. കാരണം നമ്മളെല്ലാവരും പരസ്പരം സഹകരിച്ചാലല്ലേ ഹിദ്മത്തൊക്കെ ഒത്തുപോകുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇനി ബഹുമാനപ്പെട്ട തങ്ങളുടെ നസീഹത്തും അവിടുത്തെ ദുആയും തേന് കൊടുക്കലും ഒരൊറ്റ പോക്കും. ചോറയിക്കാത്തവർ ചോറയിക്കണം എന്ന് പറയില്ല, കാരണം അത് ഏതായാലും വയ്ക്കും. പക്ഷെ നിസ്കരിക്കാത്തവർ നിസ്കരിച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ. കാരണം നമുക്കുണ്ട് ഒരു തീരുമാനം, കിടന്ന് നീച്ചിട്ട് നിസ്കരിക്കാന്ന്. അത് അങ്ങനെ അങ്ങോട്ട് സുബിയാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, പടച്ചോൻ സലാമത്താക്കട്ടെ. നിസ്കാരം ഫർള് പ്രത്യേകിച്ച് മിസ്സാകുന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ റഹ്മത്ത് കിട്ടാൻ ഒന്നാമത്തത് ആ 3 നമ്പറാണ് പറയാം. ഒന്നാമത്തത് നമ്മളെ റഹ്മത്തിന്റെ ആളുകളാണ്. 2 റവാത്തി നിസ്കാരം പതിവാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശദീകരിക്കണില്ല, സമയമില്ല. റവാത്തി നിസ്കാരം പതിവാക്കുക, നല്ല റഹ്മത്ത് കിട്ടും. 3 നമുക്ക് നല്ല സ്വബർ ഉണ്ടാകും. അതാണ് മഹാനായ ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത് ഉമർ ഖത്താബ് സ്വഹാബാക്കളെയും എല്ലാരും കൂടി ഇങ്ങനെ ചേർത്തി പിടിച്ചു മദീനയിലെ നിസ്കാരം കഴിഞ്ഞിട്ട്. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോ ശത്രുക്കളില്ല, ഒന്നുമില്ല, നമുക്ക് സമാധാനമല്ലോ. അതുകൊണ്ട് പഴയകാല അനുഭവങ്ങളൊന്ന് അയവർക്കുക. എന്നിട്ട് പെരുന്ന് പറഞ്ഞു. ഏതനുഭവം? 3 കൊല്ലത്തോളം ഷെയ്ബ് അബൂ ത്വാലിബില് പട്ടിണി കിട്ടുകൊണ്ട് മർദ്ദിച്ച അനുഭവങ്ങൾ, ഒരുപാട് ആളുകളെ കശാപ്പ് ചെയ്ത അനുഭവങ്ങൾ, കത്തിച്ച് ചാമ്പലാക്കിയ അനുഭവങ്ങൾ, പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ വിശാലമായ മണൽപ്പരപ്പിൽ വെച്ചുകൊണ്ട് മലർത്തി കിടത്തിയിട്ട് ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അതിശക്തമായി പ്രഹരിച്ച അനുഭവങ്ങൾ. ഖത്താബ് പറഞ്ഞു, ഒന്ന് ചേർത്തിക്ക്, നമ്മളൊന്ന് കഴിഞ്ഞകാല ഗതകാല അനുഭവങ്ങളൊന്ന് സംസാരിക്കാന്ന്. അപ്പൊ ഹബ്ബാബ് റളിയല്ലാഹു കൂട്ടത്തിലുണ്ട്. അവരൊരു കരിമ്പുടപ്പ് വച്ചിരുന്നു. ഒരു കരിമ്പുടപ്പ് ഇങ്ങനെ ഒരു പൊതപ്പിട്ടിട്ടായിരിക്കുന്നത്. അപ്പൊ ഖത്താബ് വെച്ചു, നിങ്ങൾ അവിടുന്ന് തന്നെ തുടങ്ങിക്കോട്ടെ, എന്തിനാണ് ഈ പൊതപ്പ് എന്ന് വെച്ചു, ഇങ്ങനെ എന്തിനാ പോച്ചകണെന്ന് വെച്ചു. അപ്പൊ ഹബ്ബാബ് റളിയല്ലാഹു തആല ആ പുതപ്പങ്ങ് നീക്കുകയാണ്. എസ്കെഎസ്എഫിന്റെ പ്രവർത്തനങ്ങളുമായി റോഡിലും നാടിലും കൂട്ടുകാർക്കിടയിലും രാത്രി ഉറക്കൊഴിച്ചും പകലിന്റെ ക്ഷീണത്തിലും പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകന്മാരെ, എസ്വൈഎസിന്റെ നേതാക്കളെ, എസ്പിവിയുടെ മക്കളെ, ഈ ഓരോ അത്യധ്വാനത്തിനും പരലോകത്ത് പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ സൽക്കാരത്തിലേക്ക് നമ്മളൊന്ന് ഹൃദയം വെച്ചാൽ ഇതൊക്കെ നിസ്സാരമായി അനുഭവപ്പെടുമേ. ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹു എന്തിനാണ് ശരീരത്തെ ഒരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടുള്ളത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് ചോദിക്കുകയാ. ഉടനെ തന്നെ ഹബ്ബാബ് ശരീരത്തെ പുതച്ചിട്ടുള്ള ആ പുതപ്പങ്ങ് മാറ്റിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് കരയുകയാ. ഹബ്ബാബ് തങ്ങളുടെ വാരിയല് പുറത്താണ്, നരമ്പ് പുറത്താണ്. എന്റെ പ്രിയങ്കരനായ കൂട്ടാളി സുബൈർ ബാക്കവി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഉള്ളിൽ ചെന്ന് കണ്ടപ്പോ അദ്ദേഹം ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് കാലിൽ ഒരു മുറിയുണ്ടായിട്ട് 6 മാസമായിട്ട് ഞാൻ ജോലിക്ക് പോകാറില്ല എന്ന് അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ കാലിനൊരു ചെറിയ പുണ്ണ് മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ സങ്കല്പിച്ചത്. വരുന്ന സമയത്ത്, എത്താൻ സമയത്ത് എന്റെ പ്രിയ സുഹൃത്ത് നൗഷാദ്, ബഹുമാനപ്പെട്ട നൗഷാദ് ചട്ടിപ്പടി, അദ്ദേഹത്തിന്റെ കാല് നിങ്ങൾ കണ്ടാൽ ആദ്യം ഒന്ന് ഞെട്ടുമെന്ന് എന്നോട് നേരത്തെ ഒരു സൂചന തന്നതുകൊണ്ട് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ ഒരല്പം പറ്റിയതാ. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടാളിയെ പോയി കണ്ട് ആ കാലങ്ങ് മേലോട്ട് കയറിയിട്ട് മാംസം പുറത്തേക്ക് തുടിച്ചുകൊണ്ട് രക്തവും ചലും കൂട്ടിക്കെട്ടി നിൽക്കുന്നത് മുകൾ ഭാഗത്തേക്ക് കരിവാളിച്ച കളറുമായി കണ്ടപ്പോൾ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ എന്റെ കണ്ണിൽ വെള്ളം പൊടിഞ്ഞെങ്കിൽ മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു തആല ആ പുതപ്പങ്ങ് നീക്കിയപ്പോൾ അല്ലാ അവിടുത്തെ വാരിയെല്ലുകൾ 2 എണ്ണം പുറത്ത് കാണുകയാ, നരമ്പ് പുറത്ത് തൂങ്ങിക്കിടക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് കരയുകയാ. ഇതെങ്ങനെയാ സംഭവിച്ചത് ഹബ്ബാബേ? ഹബ്ബാബ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ അടിമയായിരുന്ന കാലത്ത് എന്റെ ഉടമ ഒരു കൊല്ലനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? റസൂലുള്ളാഹിനെ വിശ്വസിച്ചുകൊണ്ട് ഈമാൻ പുൽകിയതിനു ശേഷം ആ കൊല്ലനായ എന്റെ ഉടമ അദ്ദേഹത്തിന്റെ ആലയത്തിൽ എന്നെ കൊണ്ടുപോകും. എന്നോട് ചോദിക്കും, മുഹമ്മദിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുന്നോ? ഇല്ല എന്ന് പറഞ്ഞാൽ ആ ആലയത്തിലുള്ള കട്ടിയുള്ള വലിയ ഇരുമ്പിന്റെ ദണ്ടുകൾ പഴുപ്പിച്ചുകൊണ്ട് എന്റെ പുറത്ത് വെച്ചിട്ട് മാംസം ഇങ്ങോട്ട്
ഉരുകിയിട്ട് മുറിച്ചെടുക്കുന്നതാ, എന്റെ പെരടിയിൽ വെച്ചുകൊണ്ട് മാംസം ഉരുക്കിയിട്ട് മുറിച്ചെടുക്കുന്നതാ, എന്റെ വാരിയല് ഭാഗത്ത് വെച്ചുകൊണ്ട് അവിടെയുള്ള മാംസങ്ങൾ പറിച്ചെടുത്തതാ. അന്ന് എനിക്കുള്ള വ്രണമാണ്, ഇന്നും ഉണങ്ങിയിട്ടില്ല. ആളുകൾ കാണണ്ടാന്ന് കരുതിയിട്ട് പുതപ്പും മൂടി നടക്കുകയാണ്. ഉമറെ എന്നങ്ങ് പറയേണ്ട താമസോ, പള്ളിയിലുള്ളവരൊക്കെ കരയുകയാ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തോ എന്ന് അല്ലാഹു പറയുന്നു. അല്ലദീന ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ നിലമ്പൂരിലുള്ള പ്രിയങ്കരനായ പണ്ഡിതനാണ് അവിടെയുള്ള ഖതീബ്, എന്നോട് പറഞ്ഞു, സബറില്ലെങ്കിൽ മരിച്ചു പോകും. കാരണം തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ഒരുപാട് 90 ലക്ഷത്തിന് വേണ്ടി കയറ്റിയിട്ടുള്ള പുതിയ വീട് 6 അടിയുടെ അടിയിലേക്ക് താഴ്ന്നുപോയി. കുടുംബക്കാരിൽ പലരും മണ്ണിന്റെ അടിയിലായി. ഇന്നും വാപ്പാന മണ്ണിന്റെ അടിയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയാതെ ഇവിടെ എന്റെ വാപ്പ താഴ്ന്നു പോയിട്ടുണ്ട്, ഇവിടെ എന്റെ ഉമ്മ താഴ്ന്നു പോയിട്ടുണ്ട്, ഇവിടെ എന്റെ പെങ്ങൾ താഴ്ന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കരയുന്ന എത്രയോ ആളുകൾ മലയാളക്കരയിലുണ്ട്. അല്ലാഹു അവർക്കും നമുക്കും ക്ഷമ പ്രദാനം ചെയ്യട്ടെ. സബർ ഇനിയുള്ള കാലത്ത് ശക്തിയായിട്ടില്ലെങ്കിൽ പിടിച്ചിക്കാൻ പറ്റൂല. ഞാൻ അവസാനിപ്പിക്കാണ്. കാരണം ഈ ദുരിതങ്ങളൊക്കെ പ്രളയം വാർഷിക പ്രളയമാവാൻ സാധ്യതയുണ്ട്, വാർഷിക പ്രഭാഷണമാവും പോലെ. പക്ഷെ തങ്ങളെ പോലെയുള്ള ആത്മീയ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് നമ്മളെ തൊട്ട് നീക്കിയാൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ആത്മീയ ആചാര്യന്മാർ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട തങ്ങളുണ്ട്. അവരൊക്കെ ഇടപെട്ടിട്ട് അതൊക്കെ അള്ളാഹു തആല കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ്, അംഗീകരിച്ചേ തീരൂ. ഇനി വരുന്ന കാലങ്ങളിലുള്ള മുസീബത്തുകൾ അള്ളാഹു നമ്മളെ തൊട്ട് എല്ലാവരെ തൊട്ടും അള്ളാഹു തആല ഒഴിവാക്കി തരട്ടെ എന്ന് പറഞ്ഞ്, നിങ്ങൾ കുറഞ്ഞാലും കൂടിയാലും ക്ഷമിക്കണം, ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ, പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് തങ്ങളുടെ വിലപ്പെട്ട ഇടപെടലിലേക്ക് എന്റെ ഈ ബലഹീനമായ ഒച്ചപ്പാട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദുആ വസിയത്തോടു കൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.